ഹലോ ഓൾ, നമ്മുടെ കീം എക്സാമിൻ്റെ റിവിഷൻ സീരീസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കെമിസ്ട്രിയിലെ 3 പ്രധാനപ്പെട്ട ചാപ്റ്റേഴ്സ് ആണ്. അപ്പോൾ നമുക്ക് ചാപ്റ്റേഴ്സ് ഏതൊക്കെയെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ 3 ചാപ്റ്റേഴ്സ് വരുന്നത്, ഫസ്റ്റ് വൺ ഇനോർഗാനിക് കെമിസ്ട്രിയിലെ 2 പ്രധാന ചാപ്റ്റേഴ്സായ ഡി ആൻഡ് എഫ് ബ്ലോക്ക് എലമെൻറ്റ്സ്, സെക്കൻഡ് വൺ കോർഡിനേഷൻ കോമ്പൗണ്ട്സ്, തേർഡ് വൺ ഓർഗാനിക് കെമിസ്ട്രിയിലെ അമീൻസ് എന്ന ചാപ്റ്റർ. ഓക്കെ, ഇതിൻ്റെ നമ്മുടെ 2024 കീം എക്സാമിൻ്റെ സ്കോർ വെയിറ്റേജ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഡി ആൻഡ് എഫ് ബ്ലോക്ക് എലമെൻസിൽ നിന്ന് നോക്കിക്കേ ആവറേജ് 4 ക്വസ്റ്റ്യൻസ് വരെ വന്നിട്ടുണ്ട്. ഒരു സെഷനിൽ മാത്രം കണ്ടോ 3 ക്വസ്റ്റ്യൻസും ഒരു സെഷനിൽ 2 ക്വസ്റ്റ്യൻസും ആണ് വന്നിരിക്കുന്നത്. ജനറലി നമുക്ക് പറയാം 4 ക്വസ്റ്റ്യൻസ് ആണ് വന്നിരിക്കുന്നത്. കോർഡിനേഷൻ കോമ്പൗണ്ട്സ് നോക്കിക്കഴിഞ്ഞാൽ ഒരു സെഷനിൽ നമുക്ക് 6 ചോദ്യങ്ങളോളം വന്നിട്ടുണ്ട്. ബാക്കിയുള്ള സെഷനുകളിൽ കണ്ടോ 1ഉം 2ഉം ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അമീൻസ് കൺസിഡർ ചെയ്താൽ ജനറലി നമുക്ക് പറയാൻ സാധിക്കും 2 മുതൽ 3 ക്വസ്റ്റ്യൻസ് ആണ് ആവറേജ് ആയിട്ട് നമുക്ക് എല്ലാ സെഷനുകളിൽ നിന്നും വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ 3 ചാപ്റ്റേഴ്സും പ്രധാനപ്പെട്ടതാണ് കണ്ടോ. അപ്പോൾ കോർഡിനേഷൻ കോമ്പൗണ്ട്സിൽ നിന്നൊക്കെ മാക്സിമം 6 ക്വസ്റ്റ്യൻസ് വരെ നമുക്ക് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ കണ്ടോ വെയിറ്റേജ് പ്രകാരം, വെയിറ്റേജ് അനാലിസിസ് പ്രകാരം ഏറ്റവും പ്രധാനപ്പെട്ട ചാപ്റ്റേഴ്സ് തന്നെയാണ് ഇവർ 3 പേരും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെയെങ്കിൽ നമുക്ക് ആദ്യം ഫസ്റ്റ് ചാപ്റ്ററായ ഡി ആൻഡ് എഫ് ബ്ലോക്ക് എലമെൻസിലെ പ്രധാനപ്പെട്ട കൺസെപ്റ്റുകളും അതിലെ ബോർഡിന് നിങ്ങളുടെ കീം എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസും ഏതൊക്കെയെന്ന് നമുക്കൊന്ന് നോക്കാം. ഡി ആൻഡ് എഫ് ബ്ലോക്ക് എലമെൻസിൽ നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് ഡി ബ്ലോക്ക് എലമെൻസിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. അപ്പോൾ അതേ നമുക്ക് നോക്കാം. ഡി ബ്ലോക്ക് എലമെൻസിന് നോക്കിക്കേ, ഡി ബ്ലോക്ക് എലമെൻസ് എല്ലാം മെറ്റാലിക് ക്യാരക്ടർ, എല്ലാവരും മെറ്റൽസ് ആണ്. അതുപോലെ തന്നെ മെൽറ്റിംഗ് ആൻഡ് ബോയിലിംഗ് പോയിന്റ്, ഇവർക്ക് പൊതുവേ ഹയസ്റ്റ് മെൽറ്റിംഗ് പോയിന്റും ബോയിലിംഗ് പോയിന്റും ഉണ്ട്. എക്സെപ്ഷനായിട്ട് നമുക്ക് സിങ്ക്, കാഡ്മിയം, മെർക്കുറിക്കൊക്കെ ലോവസ്റ്റ് മെൽറ്റിംഗ് പോയിന്റ് ആണ്. ഓക്കെ, അതുപോലെ തന്നെ ഹൈ എൻതാൽപ്പി ഓഫ് അറ്റോമൈസേഷൻ ആണ്. അറ്റോമിക് ആൻഡ് അയോണിക് റേഡിയസ് കണ്ടോ, അതിലൊക്കെ ഇവർ ഇറഗുലാരിറ്റി വേരിയേഷനൊക്കെ കാണിക്കുന്നു. ഓക്കെ, ട്രാൻസിഷൻ എലമെൻസിൻ്റെ കേസിൽ നമുക്ക് പറയാം. അതുപോലെ തന്നെ ഡെൻസിറ്റി, മറ്റൊരു പ്രോപ്പർട്ടിയാണ് അയണൈസേഷൻ എൻതാൽപ്പി. അയണൈസേഷൻ എൻതാൽപ്പി നമുക്ക് പറയാം പീരിയഡിൽ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് പോകുന്തോറും ജനറലി അയണൈസേഷൻ എൻതാൽപ്പി ഇൻക്രീസസ്. മറ്റൊരു ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടി ഇവരുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. അപ്പോൾ ഡി ബ്ലോക്ക് എലമെൻസിൻ്റെ കേസിൽ ഓക്സിഡേഷൻ സ്റ്റേറ്റ്, ട്രാൻസിഷൻ എലമെൻസ് അഥവാ ഡി ബ്ലോക്ക് എലമെൻസ് നമുക്ക് വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നു. ഇവരുടെ NS ആൻഡ് N-1 ഓർബിറ്റൽസ്, ഇവരുടെ ഓർബിറ്റൽസ് തമ്മിലുള്ള എനർജി ഡിഫറൻസ് വളരെ കുറവായതുകൊണ്ടാണ് ഇവർ വ്യത്യസ്ത ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കാനുള്ള റീസൺ ആയിട്ട് പറയുന്നത്. മറ്റൊരു പ്രോപ്പർട്ടിയാണ് മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ്. അതായത് നമുക്ക് പറയാൻ സാധിക്കും മിക്ക ട്രാൻസിഷൻ എലമെൻസും പാരാമാഗ്നറ്റിക് നേച്ചറാണ്. റയറായിട്ട് നമുക്ക് പറയാം പാരാമാഗ്നറ്റിസത്തിന് കാരണം അൺപെയ്ഡ് ഡി ഇലക്ട്രോൺസ് ആണ്. ഓക്കെ, ഇതിൽ തന്നെ ഫുള്ളി ഫിൽഡ് ഡി ഓർബിറ്റൽ ആണ് എങ്കിൽ നമുക്ക് പറയാം ഇവർ ഏത് മാഗ്നറ്റിസം ആയിരിക്കും, ഡയാമാഗ്നറ്റിസം ആയിരിക്കും. ഓക്കെ, അഥവാ D0 D10 കോൺഫിഗറേഷൻ വരുന്നവരെല്ലാം ഡയാമാഗ്നറ്റിക്കും ആയിരിക്കും. ഓക്കെ, ഇവരുടെ മറ്റൊരു പ്രോപ്പർട്ടിയാണ് കളർ. കളർ നോക്കിക്കഴിഞ്ഞാൽ കളറിനും ട്രാൻസിഷൻ എലമെൻറ്റ്സ് മിക്കവരും കളേർഡ് കോമ്പൗണ്ട്സ് ഫോം ചെയ്യിക്കും. കളറിനും റീസൺ ആയിട്ട് എന്ത് തന്നെ പറയാം, അൺപെയ്ഡ് ഡി ഇലക്ട്രോൺ. ഓക്കെ, ഇനി ബാക്കി പ്രോപ്പർട്ടീസ് ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് കണ്ടോ, സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ, കോംപ്ലക്സ് ഫോർമേഷൻ കണ്ടോ, ഇവരെല്ലാവരും കോംപ്ലക്സ് ഫോം ചെയ്യിക്കും. ഇൻ്റർസ്റ്റീഷ്യൽ കോമ്പൗണ്ട്സ് ഫോം ചെയ്യിക്കും. അതുപോലെ തന്നെ ട്രാൻസിഷൻ എലമെൻറ്റ്സ് മിക്കവരും കാറ്റലിസ്റ്റ് ആയിട്ട് ആക്ട് ചെയ്യും. നമുക്കറിയാം ഹേബർ പ്രോസസ്സിൽ അയൺ കാറ്റലിസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യും. കോണ്ടാക്ട് പ്രോസസ്സിൽ വനേഡിയം പെൻറ്റോക്സൈഡ്, ഇതിലെ വനേഡിയം ആക്ട് ആസ് എ ട്രാൻസിഷൻ എലമെൻറ്റ്. ഓക്കെ, ലാസ്റ്റ് പ്രോപ്പർട്ടി ആയിട്ട് അലോയ് ഫോർമേഷൻ കണ്ടോ, ബ്രാസ്, ബ്രോൺസ് പോലുള്ള അലോയ്സ് ഫോം ചെയ്യിക്കാനും നമുക്ക് ട്രാൻസിഷൻ എലമെൻറ്റ്സ് യൂസ് ചെയ്യാം. ഓക്കെ, ഇനി ഡി ബ്ലോക്ക് എലമെൻസിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് കഴിഞ്ഞാൽ ഇതിലെ പ്രധാനപ്പെട്ട കൺസെപ്റ്റാണ് 2 ട്രാൻസിഷൻ എലമെൻ്റായ ക്രോമിയം, മാംഗനീസും ഫോം ചെയ്യിക്കുന്ന കോമ്പൗണ്ട്സ്. ഇതിലെ ക്രോമിയം ഫോം ചെയ്യിക്കുന്ന പ്രധാന കോമ്പൗണ്ടാണ് പൊട്ടാസ്യം ഡൈക്രോമേറ്റ്. നമുക്ക് പൊട്ടാസ്യം ഡൈക്രോമേറ്റിൻ്റെ പ്രിപ്പറേഷനിലായിട്ട് നോക്കാം. ഓക്കെ, ഈ പൊട്ടാസ്യം ഡൈക്രോമേറ്റ് നമ്മൾ നിർമ്മിക്കുന്നത് പ്രത്യേകം ശ്രദ്ധിച്ചോണം കണ്ട, ഇറ്റ് ഈസ് ദ ഇമ്പോർട്ടൻറ്റ് കോമ്പൗണ്ട് ഓഫ് ക്രോമിയം. ക്രോമിയത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോമ്പൗണ്ടാണ് പൊട്ടാസ്യം ഡൈക്രോമേറ്റ്. നമുക്കറിയാം ഇറ്റ് ഈസ് എ പവർഫുൾ ഓക്സിഡൈസിങ് ഏജൻറ്റ് ഇൻ അസിഡിക് മീഡിയം. നമ്മൾ ഓർഗാനിക് റിയാക്ഷനിലെല്ലാം ഓക്സിഡൈസിങ് ഏജൻ്റ് ആയിട്ടാണ് പൊട്ടാസ്യം ഡൈക്രോമേറ്റ് യൂസ് ചെയ്യണം. ഈ പൊട്ടാസ്യം ഡൈക്രോമേറ്റ് നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്നത് ക്രോമൈറ്റോറിൽ നിന്നാണ്. അപ്പോൾ ക്രോമൈറ്റോറിൻ്റെ പ്രത്യേകത, ക്രോമൈറ്റോറിൻ്റെ ഫോർമുല എല്ലാവരും പ്രത്യേകം പഠിച്ചോണം. FeCr2O4 വിളിക്കുന്ന പേരാണ് ക്രോമൈറ്റോർ. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യുന്നത് ക്രോമൈറ്റോറിനെ സോഡിയം കാർബണേറ്റും ഓക്സിജനായിട്ട് റിയാക്ട് ചെയ്ത് കണ്ടോ സോഡിയം ക്രോമേറ്റ് ആക്കും.
ഈ സോഡിയം ക്രോമേറ്റിനെ അടുത്ത സ്റ്റെപ്പിൽ ഈ സോഡിയം ക്രോമേറ്റിൻ്റെ കളർ പ്രത്യേകം പഠിച്ചോണം. ക്രോമേറ്റ് അയോണിന് യെല്ലോ കളറാണ്, CrO4 2- ക്രോമേറ്റ്. ഈ കിട്ടിയ യെല്ലോ കളേർഡ് ക്രോമേറ്റ് സൊല്യൂഷനെ നമ്മൾ സൾഫ്യൂരിക് ആസിഡ് ഉപയോഗിച്ച് അസിഡിഫിക്കേഷൻ നടത്തും. ദെൻ ക്രോമേറ്റ് ഈസ് കൺവേർട്ടഡ് ടു ഡൈക്രോമേറ്റ്. ഈ ഡൈക്രോമേറ്റിൻ്റെ കളർ ഇമ്പോർട്ടൻ്റ് ആണ്, ഓറഞ്ച് കളറ്. അപ്പോൾ ക്രോമേറ്റിനെ സൾഫ്യൂരിക് ആസിഡ് ഉപയോഗിച്ച് അസിഡിഫിക്കേഷൻ നടത്തി അതിനെ ഡൈക്രോമേറ്റ് അയോണായിട്ട് കൺവേർട്ട് ചെയ്ത് ഫൈനലി ഈ ഡൈക്രോമേറ്റ് ഇപ്പം നമുക്ക് കിട്ടിയ പ്രോഡക്റ്റ് സോഡിയം ഡൈക്രോമേറ്റ് ആണ്. നമുക്ക് വേണ്ടത് പൊട്ടാസ്യം ഡൈക്രോമേറ്റ് ആണ്. അതിനെ പൊട്ടാസ്യം സാൾട്ടായിട്ട് റിയാക്ട് ചെയ്ത് നമുക്ക് പ്രോഡക്റ്റ് ആര് കിട്ടും? കണ്ടോ, ഓറഞ്ച് കളേർഡായിട്ടുള്ള പൊട്ടാസ്യം ഡൈക്രോമേറ്റ് നമുക്ക് നിർമ്മിക്കാൻ സാധിക്കും. അപ്പോൾ 3 സ്റ്റെപ്പാണ് പൊട്ടാസ്യം ഡൈക്രോമേറ്റിൻ്റെ പ്രിപ്പറേഷൻ ഉള്ളത്. അപ്പോൾ പ്രിപ്പറേഷൻ എല്ലാവരും നന്നായിട്ട് പഠിക്കണം. ഓക്കെ, അപ്പോൾ ഇതിൽ ഇവരുടെ പ്രോപ്പർട്ടീസ് കൺസിഡർ ചെയ്താൽ നമ്മളിപ്പോൾ പറഞ്ഞു പൊട്ടാസ്യം ഡൈക്രോമേറ്റ് ഈസ് എ ഓറഞ്ച് റെഡ് കളേർഡ് ക്രിസ്റ്റലൈൻ കോമ്പൗണ്ട് ആണ്. ഇവരുടെ ഡീകമ്പോസിഷൻ ആക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ, പൊട്ടാസ്യം ഡൈക്രോമേറ്റ് ഡീകമ്പോസ് ചെയ്താൽ പ്രോഡക്റ്റ് പൊട്ടാസ്യം ക്രോമേറ്റ്, ക്രോമിയം ഓക്സൈഡ് ആൻഡ് ഓക്സിജൻ. ഈ 3 പ്രോഡക്റ്റ് ആയിരിക്കും നമുക്ക് ലഭിക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ പൊട്ടാസ്യം ഡൈക്രോമേറ്റിൻ്റെ പ്രിപ്പറേഷനും പറഞ്ഞു, ഇവരുടെ പ്രോപ്പർട്ടീസും പറഞ്ഞു. ഇനി ഇവരുടെ ഓക്സിഡൈസിങ് ആക്ഷൻ ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞു. പൊട്ടാസ്യം ഡൈക്രോമേറ്റ് ഈസ് എ പവർഫുൾ ഓക്സിഡൈസിങ് ഏജന്റ് ഒൺലി ഇൻ അസിഡിക് മീഡിയം. എങ്കിൽ അസിഡിക് മീഡിയത്തിൽ ഇവർ ആരെയൊക്കെ ഓക്സിഡേഷൻ നടത്തും നോക്കിക്കേ. ഇറ്റ് ഓക്സിഡൈസസ് അയഡൈഡ് ടു അയഡിൻ. കണ്ടോ, അയഡൈഡിനെ ഓക്സിഡേഷൻ നടത്തി അയഡിനായിട്ട് കൺവേർട്ട് ചെയ്യും. അതുപോലെ തന്നെ H2S ഓക്സിഡേഷൻ നടത്തി, കണ്ടോ, അയഡൈഡ് എന്ന് വെച്ചാൽ I-നെ ഓക്സിഡേഷൻ നടത്തി I2 ആയിട്ട് കൺവേർട്ട് ചെയ്യും. H2S ഓക്സിഡേഷൻ നടത്തി സൾഫറായിട്ട് കൺവേർട്ട് ചെയ്യും. സിമിലർലി നമുക്ക് പറയാം ഫെറസ് സാൾട്ട് അഥവാ Fe2+ ഓക്സിഡേഷൻ റിയാക്ഷൻ നടത്തി ഫെറിക് അയോൺസ് അഥവാ ഫെറിക് സാൾട്ടായിട്ട് കൺവേർട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മൾ പൊട്ടാസ്യം ഡൈക്രോമേറ്റിൻ്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്തു. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കോമ്പൗണ്ടാണ് പൊട്ടാസ്യം പെർമാംഗനേറ്റ്. ഓക്കെ, അപ്പോൾ പൊട്ടാസ്യം പെർമാംഗനേറ്റ് അഥവാ KMnO4 നോക്കിക്കേ. പൊട്ടാസ്യം പെർമാംഗനേറ്റ് നമ്മൾ നിർമ്മിക്കുന്നത് പൈറോലുസിറ്റോറാണ്. നമ്മൾ പറഞ്ഞു പൊട്ടാസ്യം ഡൈക്രോമേറ്റ് നമ്മൾ ക്രോമൈറ്റ് ഓറിൽ നിന്നാണ്. ഓക്കെ, പൊട്ടാസ്യം പെർമാംഗനേറ്റ് നിർമ്മിക്കുന്ന ഓറിൻ്റെ പേര് പ്രത്യേകം പഠിച്ചോണം, പൈറോലുസിറ്റോർ. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ പൈറോലുസിറ്റോറിനെ നമ്മൾ ആൽക്കലി മെറ്റൽ ഹൈഡ്രോക്സൈഡായ KOH എയറുമായിട്ട് ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ റിയാക്ട് ചെയ്യും. ഇവിടെ നമ്മൾ ഓക്സിഡൈസിങ് ഏജൻ്റായ പൊട്ടാസ്യം നൈട്രേറ്റ് നമ്മൾ യൂസ് ചെയ്യും, KNO3. ഓക്കെ, അപ്പോൾ പൈറോലുസിറ്റോർ അഥവാ MnO2 നമ്മൾ ആരായിട്ട് റിയാക്ട് ചെയ്യാണ്? പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡും ഓക്സിജനായിട്ട് റിയാക്ട് ചെയ്യും. അപ്പോൾ നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പിൽ ഡാർക്ക് ഗ്രീൻ കളേർഡ് കോമ്പൗണ്ടായ പൊട്ടാസ്യം മാംഗനേറ്റ് അഥവാ K2MnO4 ഫോം ചെയ്യും. ഇതിനെ ഈ കിട്ടിയ K2MnO4 അഥവാ പൊട്ടാസ്യം മാംഗനേറ്റിനെ ഒന്നേ ക്ലോറിൻ ഗ്യാസ് കടത്തിവിട്ട് നമുക്ക് പൊട്ടാസ്യം പെർമാംഗനേറ്റ് നിർമ്മിക്കാം, അല്ലെങ്കിൽ ഓസോണായിട്ട് റിയാക്ട് ചെയ്ത് പൊട്ടാസ്യം പെർമാംഗനേറ്റ് നിർമ്മിക്കാം, അല്ലെങ്കിൽ ഇതിനെ ഇലക്ട്രോലിറ്റിക് ഓക്സിഡേഷൻ റിയാക്ഷൻ നടത്തിയും നമുക്ക് പൊട്ടാസ്യം പെർമാംഗനേറ്റ് നിർമ്മിക്കാം. ഓക്കെ, അപ്പോൾ അതേ നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ് ഇതേ നോക്കിക്കേ, MnO2 KOHും ഓക്സിജനായിട്ട് റിയാക്ട് ചെയ്ത് കണ്ടോ, കളർ പ്രത്യേകം പഠിച്ചോണം, ഗ്രീൻ കളേർഡായിട്ടുള്ള പൊട്ടാസ്യം മാംഗനേറ്റ് കേട്ടോ. MnO4 വിളിക്കുന്ന പേരാണ് മാംഗനേറ്റ് അയോൺ, പൊട്ടാസ്യം മാംഗനേറ്റ്. ഈ പൊട്ടാസ്യം മാംഗനേറ്റിനെ ദേ നോക്കിക്കേ, ക്ലോറിൻ ഗ്യാസ് കടത്തിവിട്ടിട്ടാണ് നമ്മൾ കണ്ട പൊട്ടാസ്യം പെർമാംഗനേറ്റ് നിർമ്മിച്ചത്. ഒന്നേ ക്ലോറിൻ ഗ്യാസ് കടത്തിവിട്ട് നിർമ്മിക്കാം, അല്ലെങ്കിൽ പറയാം പൊട്ടാസ്യം മാംഗനേറ്റിനെ ഓസോണായിട്ട് റിയാക്ട് ചെയ്ത് നമുക്ക് ആര് നിർമ്മിക്കാം? പൊട്ടാസ്യം പെർമാംഗനേറ്റ് നിർമ്മിക്കാം. ഇതാണ് ഇതിൻ്റെ പ്രിപ്പറേഷനായിട്ട് നമുക്ക് പറയാനുള്ളത്. ഓക്കെ, ഈ പൊട്ടാസ്യം പെർമാംഗനേറ്റിൻ്റെ പ്രോപ്പർട്ടീസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പറയാൻ സാധിക്കും, ഇറ്റ് ഈസ് എ പർപ്പിൾ കളേർഡ് ക്രിസ്റ്റലൈൻ കോമ്പൗണ്ട്. അപ്പോൾ കളർ പ്രത്യേകം നോക്കിക്കോണം. മാംഗനേറ്റ് അയോണിന് എപ്പോഴും ഗ്രീൻ കളറും പെർമാംഗനേറ്റ് അയോണിൻ്റെ കളർ പർപ്പിൾ കളറായിരിക്കും. ഓക്കെ, ഇനി പൊട്ടാസ്യം ഡൈക്രോമേറ്റ് അസിഡിക് മീഡിയത്തിൽ മാത്രമാണ് ഓക്സിഡൈസിങ് ആക്ഷൻ എങ്കിൽ പൊട്ടാസ്യം പെർമാംഗനേറ്റിൻ്റെ പ്രത്യേകത നമുക്ക് പറയാം, ഇറ്റ് ഈസ് എ സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജന്റ് ഇൻ ആൽക്കലൈൻ, ന്യൂട്രൽ ആൻഡ് അസിഡിക് സൊല്യൂഷൻ. അതായത് 3 മീഡിയത്തിലും ഇറ്റ് ഈസ് എ പവർഫുൾ ഓക്സിഡൈസിങ് ഏജന്റ് ആയിട്ട് പൊട്ടാസ്യം പെർമാംഗനേറ്റ് ആക്ട് ചെയ്യും. ഓക്കെ അല്ലേ? ഇതേ നോക്കിക്കേ, ഇനി ഇതിൻ്റെ ഡീകമ്പോസിഷൻ ആക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ കണ്ട പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഡീകമ്പോസ് ചെയ്താൽ ഒരു പ്രോഡക്റ്റ് പൊട്ടാസ്യം മാംഗനേറ്റും അതുപോലെ തന്നെ MnO2ഉം ബൈ പ്രോഡക്റ്റായിട്ട് നമുക്ക് ഓക്സിജൻ ഗ്യാസുമാണ് ലഭിക്കുന്നത്. ഇവരുടെ ഡീകമ്പോസിഷൻ ആക്ഷനും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കെമിക്കൽ റിയാക്ഷനാണ്. ഓക്കെ,
ഇനി ഓക്സിഡൈസിങ് ആക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ ഓക്സിഡൈസിങ് ക്യാരക്ടർ പറഞ്ഞു കഴിഞ്ഞാൽ നോക്കിക്കേ, നമ്മൾ പറഞ്ഞു പൊട്ടാസ്യം ഡൈക്രോമേറ്റ് ആസിഡിക് മീഡിയത്തിലും ഓക്സിഡൈസിങ് ഏജൻ്റായിട്ട് ആക്ട് ചെയ്യണുണ്ട്. ആസിഡിക് മീഡിയത്തിൽ നോക്കിക്കേ ഫെറസ് സാൾട്ടിനെ ഫെറിക് സാൾട്ട് ആക്കും, അഥവാ കണ്ട Fe2+ എന്തായിട്ട് കൺവേർട്ട് ചെയ്യും, Fe3+ ആയിട്ട് കൺവേർട്ട് ചെയ്യും. അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം അസിഡിക് മീഡിയത്തിൽ പെർമാംഗനേറ്റ് അയോൺ അഥവാ MnO4- ഈസ് കൺവേർട്ടഡ് ടു Mn2+. ആ ഒരു കൺസെപ്റ്റ് നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്തോണം കേട്ടോ. പെർമാംഗനേറ്റ് അയോൺ ആരായിട്ട് കൺവേർട്ട് ചെയ്യും, Mn2+ ആയിട്ട് കൺവേർട്ട് ചെയ്യും. അതുപോലെ തന്നെ അസിഡിക് മീഡിയത്തിൽ ഓക്സലേറ്റ് അയോൺ അഥവാ C2O4 ഓക്സിഡേഷൻ നടത്തി കാർബൺ ഡൈ ഓക്സൈഡ് ആക്കി മാറ്റും ഇവിടെയും. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം അസിഡിക് മീഡിയത്തിൽ പെർമാംഗനേറ്റ് അയോൺ Mn2+ ആയിട്ട് കൺവേർട്ട് ചെയ്യും. ആ ഒരു കേസ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചോണം. ഓക്കെ, അതുപോലെ തന്നെ അസിഡിക് മീഡിയത്തിൽ നമുക്ക് പറയാം അയഡൈഡിനെ I- കണ്ട അയഡൈഡിനെ അയഡിനായിട്ടും കൺവേർട്ട് ചെയ്യും. ഓക്കെ, ഇനി ന്യൂട്രൽ അഥവാ ആൽക്കലൈൻ മീഡിയത്തിലാണ് പ്രത്യേകം ശ്രദ്ധിച്ചോണം. അസിഡിക് മീഡിയത്തിൽ അയഡൈഡിനെ അയഡിനായിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ ന്യൂട്രൽ അഥവാ ആൽക്കലൈൻ മീഡിയത്തിൽ അയഡൈഡിനെ അയഡേറ്റ് ആയിട്ടാണ് കൺവേർട്ട് ചെയ്യണം. കണ്ട I- ആരായിട്ട് കൺവേർട്ട് ചെയ്യും, IO3- അഥവാ അയഡേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഓക്കെ അല്ലേ? ഇവിടെയും കണ്ടോ, ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. അസിഡിക് മീഡിയത്തിൽ പെർമാംഗനേറ്റ് അയോൺ Mn2+ ആയിട്ടാണ് മാറുന്നതെങ്കിൽ ആൽക്കലൈൻ അഥവാ ന്യൂട്രൽ മീഡിയത്തിൽ പെർമാംഗനേറ്റ് അയോൺ MnO2 ആയിട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കൺസെപ്റ്റ് എല്ലാവരും പ്രത്യേകം ശ്രദ്ധിച്ച് പഠിക്കണം. ഇത് തെറ്റിപ്പോകാൻ ചാൻസ് വളരെ കൂടുതലുള്ള ഒരു കൺസെപ്റ്റാണ്. ഓക്കെ, അങ്ങനെയെങ്കിൽ നമുക്ക് നമ്മുടെ കീം എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യം നമുക്ക് പരിചയപ്പെടാം. When MnO2 is fused with KOH and KNO3, a colored compound is formed. Choose the right compound with appropriate color. നമ്മളിപ്പോൾ പഠിച്ചു ഫസ്റ്റ് സ്റ്റെപ്പ് പൊട്ടാസ്യം പെർമാംഗനേറ്റിൻ്റെ പ്രിപ്പറേഷൻ MnO2 KOHും KNO3 ആയിട്ട് റിയാക്ട് ചെയ്താൽ ഫസ്റ്റ് സ്റ്റെപ്പ് കളേർഡ് കോമ്പൗണ്ടായി ആര് ഫോം ചെയ്യും, പൊട്ടാസ്യം മാംഗനേറ്റ് അഥവാ ഗ്രീൻ കളേർഡ് പൊട്ടാസ്യം മാംഗനേറ്റ്. അപ്പോൾ ആൻസർ ഏത് വരും, ഓപ്ഷൻ എ. ഓക്കെ അല്ലേ? ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പോൾ നമ്മൾ ഡി ബ്ലോക്ക് എലമെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട കോമ്പൗണ്ട്സും നമ്മൾ ഡിസ്കസ് ചെയ്തു. അടുത്ത നമ്മൾ എഫ് ബ്ലോക്ക് എലമെൻറ്റ്സ് നമുക്കറിയാം. കണ്ടോ, ലന്താനത്തിന് ശേഷം വരുന്ന 14 എലമെൻസിനെ ലാന്തനൈഡും ആക്ടീനിയത്തിന് ശേഷം വരുന്ന 14 എലമെൻസിനെ ആക്ടിനൈഡ്സ് എന്നും വിളിക്കും. ഈ ലാന്തനൈഡും ആക്ടിനൈഡും കൂടി ചേരുന്നതാണ് എഫ് ബ്ലോക്ക് എലമെൻറ്റ്സ് അഥവാ ഇന്നർ ട്രാൻസിഷൻ എലമെൻറ്റ്സ്. ഓക്കെ, അങ്ങനെയെങ്കിൽ ഈ ഡി ആൻഡ് എഫ് ബ്ലോക്ക് എലമെൻസിൻ്റെ ആപ്ലിക്കേഷൻസ് എന്ന കൺസെപ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നോക്കിക്കേ, ഡി ബ്ലോക്ക് എലമെൻസും എഫ് ബ്ലോക്ക് എലമെൻസും മെയിനായിട്ട് നമുക്ക് പറയാം അയണും സ്റ്റീലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസ് ആണ്. കണ്ടോ, അതുപോലെ തന്നെ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ടൈറ്റാനിയത്തിൻ്റെ ഒരു കോമ്പൗണ്ടായ ടൈറ്റാനിയം ഡയോക്സൈഡ് കണ്ട TiO2 യൂസ്ഡ് ഫോർ പിഗ്മെൻറ്റ് ഇൻഡസ്ട്രിയിൽ TiO2 യൂസ് ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ ഡ്രൈ സെൽ അഥവാ ബാറ്ററിയിൽ ആര് യൂസ് ചെയ്യും, MnO2 യൂസ് ചെയ്യും. കേട്ടോ, ഇവരെല്ലാം യൂസസ് എല്ലാം പഠിച്ചോണം. ഓക്കെ, അതുപോലെ തന്നെ ബാറ്ററി ഇൻഡസ്ട്രി നമ്മൾ ഇത് കൂടാതെ MnO2 കൂടാതെ നമുക്ക് ബാറ്ററി ഇൻഡസ്ട്രിയിൽ സിങ്ക്, നിക്കൽ, കാഡ്മിയം ഇതുപോലെയുള്ള എലമെൻസും നമുക്ക് യൂസ് ചെയ്യാം. ഇവരെല്ലാവരും നമ്മുടെ ഡി ബ്ലോക്ക് എലമെൻസ് ആണ്. ഓക്കെ, ഇനി മറ്റൊരു യൂസായിട്ട് പറയുന്നത് നോക്കിക്കേ, സൾഫ്യൂരിക് ആസിഡിൻ്റെ മാനുഫാക്ചറിൽ സൾഫർ ഡൈ ഓക്സൈഡിനെ സൾഫർ ട്രയോക്സൈഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ നമ്മൾ കാറ്റലിസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത് ആരാണ്, വനേഡിയം പെൻറ്റോക്സൈഡ് ആണ്. അതുപോലെ തന്നെ അമോണിയയുടെ മാനുഫാക്ചറിൽ നമുക്ക് പറയാം സ്പോഞ്ചി അയൺ അഥവാ അയൺ നമുക്ക് കാറ്റലിസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യും. ലാസ്റ്റ് ഒരു യൂസായിട്ട് പറയുന്നത് നോക്കിക്കേ, സിൽവർ UK കോയിൻസ് നമ്മൾ കോപ്പർ ട്രാൻസിഷൻ എലമെൻ്റ് ആയ കണ്ടോ, കോപ്പറിൻ്റെയും നിക്കലിൻ്റെയും അലോയി ആണ് ആരെന്ന് പറയണ കണ്ടോ, സിൽവർ UK കോയിൻസ്. അപ്പോൾ ഇതുവരെയൊക്കെയാണ് നമ്മുടെ ഡി ആൻഡ് എഫ് ബ്ലോക്ക് എലമെൻസിൻ്റെ ആപ്ലിക്കേഷൻ എന്ന പാർട്ടിൽ നമുക്ക് പഠിക്കാനുള്ള കൺസെപ്റ്റ്. ഓക്കെ, എങ്കിൽ ഈ ഒരു പാർട്ടിൽ നിന്ന് വന്ന ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ചൂസ് ദ റോങ് സ്റ്റേറ്റ്മെൻറ്റ് ഫ്രം ദ ഫോളോയിങ്. നോക്കിക്കേ, ഫസ്റ്റ് പറയുന്നത് TiO2 ഈസ് യൂസ്ഡ് ഇൻ പിഗ്മെൻറ്റ് ഇൻഡസ്ട്രി, നമ്മളിപ്പോൾ പറഞ്ഞു. ഓക്കെ, MnO2 ഈസ് യൂസ്ഡ് ഇൻ ഡ്രൈ ബാറ്ററി സെല്ലും, അതും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. നമുക്ക് റോങ് സ്റ്റേറ്റ്മെൻ്റ് ആണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. V2O5 കാറ്റലൈസസ് ഓക്സിഡേഷൻ ഓഫ് SO2 ഇൻ ദ മാനുഫാക്ചർ ഓഫ് സൾഫ്യൂരിക് ആസിഡ്, നമ്മളിപ്പോൾ പറഞ്ഞ ഒരു പോയിന്റ് തന്നെയാണ്. ഓപ്ഷൻ ഡി പറയുന്നത് സീഗ്ലർ നാറ്റ കാറ്റലിസ്റ്റ് ഈസ് യൂസ്ഡ് ഇൻ ദ മാനുഫാക്ചർ ഓഫ് ഹൈ ഡെൻസിറ്റി പോളിയെഥിലീൻ. കണ്ടോ, ഹൈ ഡെൻസിറ്റി പോളിത്തീൻ്റെ മാനുഫാക്ചറിന് സീഗ്ലർ നാറ്റ കാറ്റലിസ്റ്റ് യൂസ് ചെയ്യാം. അതും ഒരു ശരിയായ സ്റ്റേറ്റ്മെൻറ്റ് തന്നെയാണ്. ഓക്കെ, ലാസ്റ്റ് പറയുന്നത് ദ സിൽവർ UK കോയിൻസ് ആർ മെയ്ഡ് ഓഫ്
സിൽവർ നിക്കർ അലോയ്. നമ്മളിപ്പോൾ പ്രത്യേകം പറഞ്ഞു സിൽവർ UK കോയിൻസ് നിർമ്മിച്ചിരിക്കുന്നത് ആരുകൊണ്ടാണ്? കോപ്പർ നിക്കൽ അലോയ് ആണ്. കോപ്പർ നിക്കൽ അലോയ് ആണ്. അപ്പോൾ അതാണ് നമ്മുടെ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ഇൻകറക്റ്റ് അഥവാ റോങ് സ്റ്റേറ്റ്മെൻറ്റാണ് ചോദിച്ചത്. അതുകൊണ്ട് ആൻസർ ഏത് പറയാം? ഓപ്ഷൻ ഇ. എല്ലാവരും ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ നമ്മുടെ ഡി ആൻഡ് എഫ് ബ്ലോക്ക് എലമെൻസിലെ പ്രധാന കൺസെപ്റ്റുകളും നമ്മൾ ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്തു. എങ്കിൽ ഇതേ ഇൻഓർഗാനിക് കെമിസ്ട്രിയിലെ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കണ്ട വെയിറ്റേജ് ഉള്ള ഒരു ചാപ്റ്ററായ നമുക്ക് കോർഡിനേഷൻ കോമ്പൗണ്ട്സ് എന്ന ചാപ്റ്ററിലായിട്ട് നോക്കാം. നമുക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് കീം എക്സാമിനേഷന് വന്നിട്ടുള്ള ഒരു ചാപ്റ്റേഴ്സ് ആണ്. ഓക്കെ, എങ്കിൽ ഇതിലെ പ്രധാന കൺസെപ്റ്റുകൾ എന്തൊക്കെയെന്ന് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. കോർഡിനേഷൻ കോമ്പൗണ്ട്സിലെ നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്ന ഒരു കൺസെപ്റ്റാണ് എന്താണ് ലിഗാൻസ് എന്ന് പറയണം. നോക്കിക്കേ, എന്താണ് ലിഗാൻസ് എന്ന് പറയണം? ദ സ്പീഷീസ് വിച്ച് ആർ ഡയറക്ട്ലി ലിങ്ക്ഡ് വിത്ത് സെൻട്രൽ മെറ്റൽ ഇൻ എ കോംപ്ലക്സ്. അതായത് ഒരു കോർഡിനേഷൻ കോംപ്ലക്സിലെ സെൻട്രൽ മെറ്റൽ ആറ്റത്തോട് ഡയറക്റ്റ് അറ്റാച്ച് ചെയ്തിട്ടുള്ള സ്പീഷീസിനെ നമുക്ക് എന്ത് വിളിക്കാം? ലിഗാൻസ് എന്ന് വിളിക്കാം. ദേ ആക്ട് ആസ് എ ലൂയിസ് ബേസ്. ഓക്കെ, എങ്കിൽ ഈ ലിഗാൻഡിനെ തന്നെ നമുക്ക് മോണോഡെൻഡേറ്റ്, ബൈഡെൻഡേറ്റ്, ട്രൈഡെൻഡേറ്റ്, പോളിഡെൻഡേറ്റ് എന്നിങ്ങനെ നമുക്ക് ക്ലാസിഫിക്കേഷൻ നടത്താം. നോക്കിക്കേ, മോണോഡെൻഡേറ്റ് അഥവാ യൂണിഡെൻഡേറ്റ് ലിഗാൻഡ് നമ്മുടെ ഈ Cl- H2O NH3 കണ്ടോ, ന്യൂട്രൽ ആയിട്ടുള്ള H2O NH3 ഇവരെല്ലാവരും മോണോഡെൻഡേറ്റ് അഥവാ യൂണിഡെൻഡേറ്റ് ലിഗാൻഡ് ആണ്. എങ്കിൽ ബൈഡെൻഡേറ്റ് അഥവാ ഡൈഡെൻഡേറ്റ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. എഥിലിൻ ഡയമീൻ അല്ലെങ്കിൽ ഇതിനെ EN എന്ന് ഡിനോട്ട് ചെയ്യാം. അല്ലെങ്കിൽ ഓക്സലേറ്റോ C2O4 2- വിളിക്കുന്ന പേരാണ് ഓക്സലേറ്റോ. ഓക്കെ, മറ്റൊരു ട്രൈഡെൻഡേറ്റ് ലിഗാൻഡ് ആണ് ഡൈഎഥിലീൻ ട്രയമീൻ. ആരാണ്? ഡൈഎഥിലീൻ ട്രയമീൻ. ഓക്കെ, എങ്കിൽ ഇതിലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലിഗാൻഡിൻ്റെ ക്ലാസിഫിക്കേഷനിലെ മറ്റൊരു കൺസെപ്റ്റാണ് ആംബിഡെൻഡേറ്റ് ലിഗാൻഡ്. എന്താണ് ആംബിഡെൻഡേറ്റ് ലിഗാൻഡ് എന്ന് പറയണത്? ദേ ആർ മോണോഡെൻഡേറ്റ് ലിഗാൻഡ് ദാറ്റ് ക്യാൻ ലിഗേറ്റ് ത്രൂ 2 ഡിഫറൻറ്റ് ആറ്റംസ്. 2 വ്യത്യസ്ത ആറ്റം വഴി ലിഗേറ്റ് ചെയ്യാൻ സാധിക്കുന്ന മോണോഡെൻഡേറ്റ് ലിഗാൻഡ് അഥവാ യൂണിഡെൻഡേറ്റ് ലിഗാൻഡിനെ വിളിക്കുന്ന പേരാണ് ആംബിഡെൻഡേറ്റ് ലിഗാൻഡ്. കേട്ടോ, ഇവർ എക്സാമ്പിൾ സഹിതം പഠിച്ചോണം. ആരൊക്കെയാണ്? NO2- കണ്ടോ, നൈട്രിറ്റോ N എന്ന് വായിക്കാം. ഇവിടെ ദേ നോക്കിക്കേ, കണ്ടോ, ഓക്സിജൻ വഴിയും അതുപോലെ തന്നെ നൈട്രജൻ വഴിയും ഇതിന് ലിഗേറ്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ മറ്റൊരെണ്ണാണ് SCN- അഥവാ ഐസോതയോസയനേറ്റോ. SCN- കണ്ട NCS- എന്നും പറയാം. സൾഫർ വഴിയും ലിഗേറ്റ് ചെയ്യാൻ സാധിക്കും. കണ്ട, SCN- നൈട്രജൻ വഴിയാണ് ലിഗേറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിന് സൾഫർ വഴിയും ലിഗേറ്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അങ്ങനെയെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട നമ്മുടെ കീമിന് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. വിച്ച് എമംഗ് ദ ഫോളോയിങ് ആർ ആംബിഡെൻഡേറ്റ് ലിഗാൻഡ്? നമ്മളിപ്പോൾ പഠിച്ച ആംബിഡെൻഡേറ്റ് ലിഗാൻഡ് എന്ന കൺസെപ്റ്റിൽ നിന്നുള്ള ഒരു ചോദ്യമാണ്. ഇപ്പോൾ തന്നെ കാണുമ്പോഴേ നമുക്ക് ആൻസർ കിട്ടും. NO2- ഉണ്ട്, NO3- ഉണ്ട്. ഓക്കെ, EDTA4- ഒരു പോളിഡെൻഡേറ്റ് ലിഗാൻഡാണ് EDTA അഥവാ ഹെക്സാഡെൻഡേറ്റ് എന്ന് പറയാം. ഓക്സലേറ്റ് നമ്മളിപ്പോൾ പറഞ്ഞ ബൈഡെൻഡേറ്റ് ആണ്. ഓക്കെ, അഞ്ചാമത്തത് NH2CH2 NH2 ഈഥൈൻ 1,2 ഡയമീൻ നമ്മളിപ്പോൾ പറഞ്ഞതാണ്. ഈഥൈൻ 1,2 ഡയമീൻ ഒരു ബൈഡെൻഡേറ്റ് ലിഗാൻഡ് ആണ്. ലാസ്റ്റ് പറഞ്ഞത് SCN-. ഇപ്പം നമ്മൾ ആംബിഡെൻഡേറ്റ് പറഞ്ഞ ആൻസർ ആരൊക്കെയുള്ളത്? NO2- ഉണ്ട്, SCN-. അപ്പോൾ ആൻസർ ഏതേ വരുള്ളൂ? ഓപ്ഷൻസ് 1ഉം 6ഉം. അപ്പോൾ ഓപ്ഷൻ C. കണ്ടോ, ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, എങ്കിൽ നമുക്ക് കോർഡിനേഷൻ കോമ്പൗണ്ട്സിലെ പ്രധാനപ്പെട്ട ഒരു തിയറി നമുക്ക് നോക്കാം. വെർണേസ് തിയറി. നോക്കിക്കേ, എന്താണ് വെർണേസ് തിയറി പറയണത്? കണ്ടോ, കോർഡിനേഷൻ കോമ്പൗണ്ട്സിന് 2 ടൈപ്പ് വാലൻസി ഉണ്ട്. ഒന്ന് പ്രൈമറി ആൻഡ് സെക്കൻഡറി വാലൻസി. ഇതിലെ പ്രൈമറി വാലൻസി എന്ന് പറയുന്നത് അയണൈസബിളും ആയിരിക്കും, അതുപോലെ തന്നെ നോൺ ഡയറക്ഷണലും ആയിരിക്കും. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റാണ് പ്രൈമറി വാലൻസി സാറ്റിസ്ഫൈഡ് ബൈ നെഗറ്റീവ് അയോൺസ്. നെഗറ്റീവ് അയോൺസ് ആണ് സാറ്റിസ്ഫൈ ചെയ്യുന്നത്. ഓക്കെ, എങ്കിൽ എന്താണ് സെക്കൻഡറി വാലൻസി? നേരെ ഓപ്പോസിറ്റ്. ഇറ്റ് ഈസ് നോൺ അയണൈസബിൾ ആൻഡ് ഡയറക്ഷണൽ. അതുപോലെ തന്നെ പ്രൈമറി വാലൻസി ഈസ് സാറ്റിസ്ഫൈഡ് ബൈ നെഗറ്റീവ് അയോൺസ് ആണെങ്കിൽ സെക്കൻഡറി വാലൻസി ഈസ് സാറ്റിസ്ഫൈഡ് ബൈ ന്യൂട്രൽ മോളിക്യൂൾസ് അല്ലെങ്കിൽ നമുക്ക് പറയാം നെഗറ്റീവ് അയോൺസ്. കണ്ട, ന്യൂട്രൽ മോളിക്യൂൾ അഥവാ നെഗറ്റീവ് അയോൺസ് ആയിട്ടുള്ള ലിഗാൻസ് ആണ് സെക്കൻഡറി വാലൻസി സാറ്റിസ്ഫൈ ചെയ്യുന്നത്. ഓക്കെ അല്ലേ? എങ്കിൽ വെർണേസ് തിയറി ആയിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ നമുക്ക് പരിചയപ്പെടാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇൻ അക്വസ് സൊല്യൂഷൻ ഓഫ് സെയിം കോൺസെൻട്രേഷൻ ഹാസ് ഹയസ്റ്റ് മോളാർ കണ്ടക്ടിവിറ്റി? അപ്പോൾ അതേ നമുക്ക്
5 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ആർക്കാണ് അക്വസ് സൊല്യൂഷനിൽ ഹൈ മോളാർ കണ്ടക്ടിവിറ്റി? അതായത് എല്ലാവരുടെയും നമുക്ക് 5 കോർഡിനേഷൻ കോമ്പൗണ്ട്സാണ് കൊടുത്തിരിക്കുന്നത്. എല്ലാവരുടെയും കോൺസെൻട്രേഷൻ സെയിം ആണെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അക്വസ് സൊല്യൂഷനിൽ സെയിം കോൺസെൻട്രേഷൻ ആണ്. ആർക്കാണ് മോളാർ കണ്ടക്ടിവിറ്റി കൂടുതൽ? അപ്പം നമുക്ക് പറയാം സെയിം കോൺസെൻട്രേഷൻ ആണ് അക്വസ് സൊല്യൂഷനിൽ. അങ്ങനെയാണെങ്കിൽ ഇതിലെ അയോൺസിൻ്റെ എണ്ണം കൂടുന്തോറും മോളാർ കണ്ടക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യും. അങ്ങനെയെങ്കിൽ നമുക്കിതിലെ ഈ കോർഡിനേഷൻ കോമ്പൗണ്ട്സിൻ്റെ അയോൺസിൻ്റെ എണ്ണം നമുക്ക് നോക്കാം. ആർക്കാണോ ഏറ്റവും കൂടുതൽ അയോൺസ് ഉള്ളത് അതിനായിരിക്കും മോളാർ കണ്ടക്ടിവിറ്റി ഏറ്റവും കൂടുതൽ. ആദ്യത്തെ കോമ്പൗണ്ട് ഡൈഅമീൻ ഡൈക്ലോറിഡോ പ്ലാറ്റിനം 2. അതിനെ നമുക്ക് ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം. കണ്ടോ, ഡൈഅമീൻ NH3 2 ഡൈഅമീൻ ഡൈക്ലോറിഡോ പ്ലാറ്റിനം 2. അപ്പോൾ ഇതൊരു ന്യൂട്രൽ കോംപ്ലക്സ് ആണ്. ന്യൂട്രൽ കോംപ്ലക്സ് ആയതുകൊണ്ട് നമുക്ക് പറയാൻ സാധിക്കും ഇതിലെ നമ്പർ ഓഫ് അയോൺസ് ഇവിടെ നമുക്ക് വന്നത് 0 ആണ്. ഓക്കെ. രണ്ടാമത്തെ കോമ്പൗണ്ട് ഹെക്സാ അക്വ ക്രോമിയം 3 ബ്രോമൈഡ്. കണ്ട, CrH2O6 Br3. ഇവിടെ നോക്കിക്കേ, 3 ബ്രോമിനാണ് നമ്മുടെ കോർഡിനേഷൻ സ്ഫിയറിന് പുറത്തുള്ളത്. അപ്പോൾ 3 ബ്രോമിനും കൂടെ -3, 3 ബ്രോമിൻ കൂടെ 3 Br- അയോൺ ആണ് പ്രൊഡ്യൂസ് ചെയ്യണത്, 3 Br- അയോൺ. അതുപോലെ തന്നെ ഈ കോർഡിനേഷൻ സ്ഫിയറിനുള്ളതിന് നമുക്കപ്പോൾ ജനറലി പറയാം ഒരു പോസിറ്റീവ് ചാർജുമാണ് വരുന്നത്, 3 Br- ടോട്ടലി. അപ്പോൾ ടോട്ടലി 3 1 നമുക്ക് പറയാം എത്ര അയോൺസ് ഉണ്ട്? 4 അയോൺസ് ആണുള്ളത്. ഓക്കെ. ഇനി മൂന്നാമത്തെ കോമ്പൗണ്ട് നോക്കിക്കേ, ടെട്രാ അമീൻ ക്ലോറിഡോ പ്ലാറ്റിനം 4 ക്ലോറൈഡ്. ടെട്രാ അമീൻ എന്ന് പറഞ്ഞിട്ടുണ്ട്, ക്ലോറിഡോ പ്ലാറ്റിനം 4 ക്ലോറൈഡ്. അപ്പോൾ ടെട്രാ അമീൻ ക്ലോറിഡോ പ്ലാറ്റിനത്തിന് 4 ആണ് വന്നിരിക്കുന്നത്. പ്ലാറ്റിനത്തിന് 4 വന്നതുകൊണ്ട് നമുക്ക് പറയാൻ കണ്ടോ ഇവിടെ 2 ക്ലോറിനും കൂടെ വരും. കണ്ടോ, ടെട്രാ അമീൻ 4 അമീൻ ടെട്രാ അമീൻ ക്ലോറിഡോ Cl2 ക്ലോറിഡോ പ്ലാറ്റിനം 4 ക്ലോറൈഡ്. ഓക്കെ. ഇതിലെ അയോൺസിൻ്റെ എണ്ണം നോക്കിക്കഴിഞ്ഞാൽ നോക്കിക്കേ, ഇവിടെ സ്ക്വയർ ബ്രാക്കറ്റിന് നമ്മുടെ പുറത്തായിട്ട് കോർഡിനേഷൻ സ്ഫിയറിന് പുറത്തായിട്ട് 2 Cl- അയോണും ഉണ്ട്. ബാക്കി നമുക്ക് പറയാം ആ കോർഡിനേഷൻ സ്ഫിയറിനുള്ളതിന് ഒരു പോസിറ്റീവ് ചാർജാണുള്ളത്. അപ്പോൾ 2 1 3 അയോൺസ് ആണുള്ളത്. ഓക്കെ. അടുത്ത കോമ്പൗണ്ട് എന്ന് പറയുന്നത് നോക്കിക്കേ, ആരാണ്? പൊട്ടാസ്യം ഹെക്സാസൈനോ ഫെറേറ്റ് 2, അല്ലെങ്കിൽ നമുക്ക് അതിനെ കണ്ടോ K4FeCN6 എന്ന് റെപ്രസെൻ്റ് ചെയ്യാം. ഇവിടെ നോക്കുമ്പോൾ 4 പൊട്ടാസ്യം അയോൺ, K+ അയോൺ 4 എണ്ണമുണ്ട് സ്ക്വയർ ബ്രാക്കറ്റിലുള്ള. അപ്പം മൊത്തത്തിലുള്ള കോമ്പൗണ്ടിന് ഒരു പോസിറ്റീവ് നമുക്ക് പറയാം, നെഗറ്റീവ് ചാർജും പറയാം, FeCN6 മൈനസ് എന്നും പറയാം. അപ്പം 4 1 5 അയോൺസ് ഉണ്ട്. ഓക്കെ. ലാസ്റ്റ് ഓപ്ഷനിലുള്ളത് ടെട്രാ അമീൻ ഡൈക്ലോറിഡോ കൊബാൾട്ട് 3 ക്ലോറൈഡ്. കണ്ടോ, ടെട്രാ അമീൻ ഡൈക്ലോറിഡോ കൊബാൾട്ട് 3 ക്ലോറൈഡ് അഥവാ CONH3 4Cl2Cl. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ, കോർഡിനേഷൻ സ്ഫിയറിന് പുറത്ത് ഒരു Cl- അയോണും ഉണ്ട്. അപ്പോൾ അകത്തുള്ളതിന് മൊത്തത്തിൽ ഒന്നുകൂടെ പറയാം, 1 1 2 അയോൺസ് എണ്ണം 2 ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചോദ്യം നമ്മളിപ്പോൾ പറഞ്ഞു, കണ്ടോ ചോദ്യം എന്തായിരുന്നു? വിച്ച് ഓഫ് ദ അക്വസ് സൊല്യൂഷനിൽ സെയിം കോൺസെൻട്രേഷൻ ആണെങ്കിൽ ഇവർക്ക് ഹയസ്റ്റ് മോളാർ കണ്ടക്ടിവിറ്റി, അയോൺസിൻ്റെ എണ്ണം ഏറ്റവും കൂടുതൽ ആർക്കാണ് അതിനായിരിക്കും ഹയസ്റ്റ് മോളാർ കണ്ടക്ടിവിറ്റി. ഇവിടെ നോക്കിക്കേ, നമ്മുടെ ഓപ്ഷൻ ഡിയിലുള്ള പൊട്ടാസ്യം ഹെക്സാസൈനോ ഫെറേറ്റ് 2 നോക്കിക്കേ 5 അയോൺസ് വന്ന്, അതുകൊണ്ട് ഏറ്റവും കൂടുതൽ ഏത് വരും ആൻസർ? ഓപ്ഷൻ ഡി, പൊട്ടാസ്യം ഹെക്സാസൈനോ ഫെറേറ്റ് 2. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പോൾ നമ്മൾ വെർണേഴ്സ് തിയറി എന്ന കൺസെപ്റ്റും കഴിഞ്ഞു. ഇനി ഇതിലെ ഐസോമെറിസം എന്ന കൺസെപ്റ്റാണ്. അപ്പോൾ കോർഡിനേഷൻ കോമ്പൗണ്ട്സിന് സ്ട്രക്ചറൽ ഐസോമെറിസം ഉണ്ട്, സ്റ്റീരിയോ ഐസോമെറിസം ഉണ്ട്. അപ്പോൾ ഇതിലെ സ്റ്റീരിയോ ഐസോമെറിസത്തിലെ പ്രധാന കൺസെപ്റ്റ് നമുക്ക് നോക്കാം. ഈ സ്റ്റീരിയോ ഐസോമെറിസത്തിലെ ഫസ്റ്റ് കേസാണ് ജോമെട്രിക്കൽ ഐസോമെറിസം. ഓക്കെ. ഈ ജോമെട്രിക്കൽ ഐസോമെറിസത്തിൽ തന്നെ നമുക്ക് പറയാം 2 കേസസ് നമുക്കിവിടെ പഠിക്കാനുണ്ട്. ഒന്ന് കോർഡിനേഷൻ നമ്പർ 4 വരുന്ന കേസ് നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ, ടെട്രാഹിഡ്രൽ കോംപ്ലക്സ് ഡു നോട്ട് ഷോ ജോമെട്രിക്കൽ ഐസോമെറിസം. അപ്പോൾ കണ്ടോ, കോർഡിനേഷൻ നമ്പർ 4 വരുന്നതിൽ തന്നെ നമുക്ക് പറയാം ടെട്രാഹിഡ്രൽ കോംപ്ലക്സ് ആരും തന്നെ ജോമെട്രിക്കൽ ഐസോമെറിസം കാണിക്കുന്നില്ല. അതിൽ ജോമെട്രിക്കൽ ഐസോമെറിസം എങ്കിൽ കാണിക്കുന്നത് ആരാണ്? കോർഡിനേഷൻ നമ്പർ 4 വരുന്ന സ്ക്വയർ പ്ലാനാർ കോംപ്ലക്സസ് ആണ് ജോമെട്രിക്കൽ ഐസോമെറിസം കാണിക്കുന്നത്. ഓക്കെ.
എങ്കിൽ അവരുടെ ഐസോമേഴ്സിൻ്റെ എണ്ണവും നമുക്ക് നോക്കാം. അതേ നോക്കിക്കേ, ഇതിൽ തന്നെ Ma2B2 ടൈപ്പിൽ 2 ഐസോമേഴ്സ്, Ma2BC ആണെങ്കിൽ നമ്പർ ഓഫ് ഐസോമേഴ്സ് 2 ആണ്. കണ്ട ABCD കണ്ട 4 ഡിഫറൻ്റ് ആണെങ്കിൽ 3 ഐസോമേഴ്സ് പോസിബിൾ ആണ്. MAB ട്വൈസ് അങ്ങനെയുള്ള കോമ്പൗണ്ട്സിലും 2 ഐസോമേഴ്സ് ആണ് നമുക്ക് പോസിബിൾ. ഓക്കെ, എങ്കിൽ അടുത്ത കേസ് നമുക്ക് ജോമെട്രിക്കൽ ഐസോമർസത്തിൽ തന്നെ കോർഡിനേഷൻ നമ്പർ 6 വരുന്നവരാരൊക്കെയെന്ന് പരിചയപ്പെടാം. നോക്കിക്കേ, ജോമെട്രിക്കൽ ഐസോമർസത്തിൽ ഒക്ടാഹിഡ്രൽ കോംപ്ലക്സിൻ്റെ കേസിൽ നമുക്ക് നോക്കാം. ഫസ്റ്റ് കേസ് പറയണ Ma4B2. Ma4B2ൻ്റെ അകത്താണെങ്കിൽ നമുക്ക് പറയാൻ കണ്ട 2 ഐസോമർ ഫോം ചെയ്യും, ഒരു സിസ് ഐസോമറും ഫോം ചെയ്യും, ട്രാൻസും. നമുക്കറിയാം ഒരേ ഫങ്ഷണൽ ഗ്രൂപ്പ് സെയിം സൈഡാണ് സിസ്, ഓപ്പോസിറ്റ് സൈഡാണ് ട്രാൻസ്. Ma4BC ആണെങ്കിലും സിമിലർലി കണ്ടോ 2 ഐസോമർ സിസും ട്രാൻസും ഫോം ചെയ്യും. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റാണ് Ma3B3 ടൈപ്പ് ആണെങ്കിൽ കണ്ടോ 2 ഐസോമറാണ് ഫോം ചെയ്യണ, ഫേഷ്യൽ ഐസോമറും ഫോം ചെയ്യും, മെറിഡിയൻ ഐസോമറും ഫോം ചെയ്യും. കണ്ടോ? ഓക്കെ, എങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്, ഫാക്മർ ഐസോമർസം ഈസ് അസോസിയേറ്റഡ് വിത്ത് വിച്ച് ഓഫ് ദ ഫോളോയിങ് കോംപ്ലക്സ്. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത ഒരു കൺസെപ്റ്റാണ്. അതേ നോക്കിക്കേ, ഫാക്മർ ഏത് ടൈപ്പിലേ വരുള്ളൂ? Ma3B3 ടൈപ്പിൽ വരുന്ന ഐസോമർസത്തിനെ എന്തെന്ന് വിളിക്കാം? ഫാക്മർ ഐസോമർസം അഥവാ ഫേഷ്യൽ മെറിഡിയൻ ഐസോമർസം. ഓക്കെ അല്ലേ? എങ്കിൽ ഇതിലെ മറ്റൊരു തിയറിയാണ്, നമ്മൾ വെർണേസ് തിയറി പഠിച്ചു. ഇനി കോർഡിനേഷൻ കോമ്പൗണ്ട്സിലെ പ്രധാനപ്പെട്ട മറ്റൊരു തിയറിയാണ് വാലൻസ് ബോണ്ട് തിയറി അഥവാ VB തിയറി. വാലൻസ് ബോണ്ട് തിയറിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ, ഇഫ് ദ കോംപ്ലക്സ് കണ്ടെയ്ൻ അൺപെയ്ഡ് ഇലക്ട്രോൺസ്, കണ്ട അൺപെയ്ഡ് ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ VB തിയറി പ്രകാരം നമുക്ക് പറയാം ആ കോംപ്ലക്സ് പാരാമാഗ്നറ്റിക് ആയിരിക്കും. ഇലക്ട്രോൺസ് എല്ലാം പെയ്ഡ് ആണെങ്കിൽ ഏത് മാഗ്നറ്റിസം ആയിരിക്കും? ഡയാമാഗ്നറ്റിക് ആയിരിക്കും. ഇനി ഇതിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റാണ് നമ്മുടെ ലിഗാൻഡിൻ്റെ സ്ട്രെങ്ത് വെച്ച്, അതായത് ഒരു സ്ട്രോങ് ലിഗാൻഡായ CN- പ്രസൻസിൽ നമുക്ക് പറയാം ഈ കോമ്പൗണ്ടിലെ കോർഡിനേഷൻ കോമ്പൗണ്ട്സിലെ കണ്ട ഇതിലെ ഇലക്ട്രോൺസ് നമുക്ക് കണ്ട മെറ്റൽ ആറ്റത്തിൻ്റെ ഇലക്ട്രോൺസ് എന്ത് ചെയ്യും? ഇലക്ട്രോൺസ് ആർ ഫോഴ്സ്ഡ് ടു പെയറിങ്. കണ്ടോ, സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡിൻ്റെ പ്രസൻസിൽ പെയറിങ് നടക്കും. പെയറിങ് നടന്നാൽ പ്രത്യേകം ശ്രദ്ധിച്ചോണം, അൺപെയ്ഡ് ഇലക്ട്രോൺസിൻ്റെ എണ്ണം ഡിക്രീസ് ചെയ്യും. അങ്ങനെ അൺപെയ്ഡ് ഇലക്ട്രോൺസിൻ്റെ എണ്ണം ഡിക്രീസ് ചെയ്താൽ കണ്ടോ നമുക്ക് പറയാം ഇവർ ലോ സ്പിൻ കോംപ്ലക്സ് ആയിരിക്കും ഫോം ചെയ്യണം, അല്ലെങ്കിൽ ഇന്നർ ഓർബിറ്റൽ കോംപ്ലക്സ്. കണ്ടോ, അപ്പോൾ സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ് ആണെങ്കിൽ പെയറിങ് നടക്കും. പെയറിങ് നടന്നാൽ ഇന്നർ ഡി ഓർബിറ്റൽ ആയിരിക്കും ബോണ്ടിങ്ങിൽ പങ്കെടുക്കുന്നത്, അഥവാ ഇന്നർ ഓർബിറ്റൽ കോംപ്ലക്സ് അഥവാ ലോ സ്പിൻ. ലോ സ്പിൻ ആകാൻ കാരണം മാഗ്നറ്റിക് മൊമെൻറ്റ് കുറവായിരിക്കും അൺപെയ്ഡ് ഇലക്ട്രോൺ കുറഞ്ഞതുകൊണ്ട്. ഓക്കെ, ഇതേ സ്ഥാനത്ത് വീക്ക് ഫീൽഡ് ലിഗാൻഡ് ആണെങ്കിൽ നമുക്ക് പറയാം പെയറിങ് നടക്കിയാൽ അവിടെ സ്പ്ലിറ്റിംഗ് ആണ് നടക്കുന്നത്. വീക്ക് ഫീൽഡ് ലിഗാൻഡ് ആണെങ്കിൽ ഔട്ടർ ഡി ഇലക്ട്രോൺ ആയിരിക്കും ബോണ്ടിങ്ങിൽ പങ്കെടുക്കുന്നത്, അതുകൊണ്ട് ഔട്ടർ ഓർബിറ്റൽ കോംപ്ലക്സ് ആയിരിക്കും. അവർക്ക് അൺപെയ്ഡ് ഇലക്ട്രോണിൻ്റെ എണ്ണം കൂടുതലായതുകൊണ്ട് കണ്ടോ സ്പിൻ ഹൈ സ്പിൻ കോംപ്ലക്സ് ആയിരിക്കും ഫോം ചെയ്യണം. ഫോർ എക്സാമ്പിൾ sp3d2 ആയിരിക്കും അതിലെ ഹൈബ്രിഡൈസേഷൻ വരുന്നത്. ഓക്കെ അല്ലേ? എങ്കിൽ ഈ വാലൻസ് ബോണ്ട് തിയറിയായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ നമുക്കൊന്ന് നോക്കാം. Consider the following 2 complex ions COF6 3- and COC2O4 3-. നോക്കിക്കേ കണ്ടോ, COF6 3- കൊടുത്തിട്ടുണ്ട്, COC2O4 thrice 3-. 2 കോംപ്ലക്സ് അയോൺ കൊടുത്തിട്ടുണ്ട്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഈസ് ഓർ ആർ ഫോൾസ്? ഫോൾസ് സ്റ്റേറ്റ്മെൻ്റ് ആണ് നമുക്ക് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതേ നോക്കിക്കേ, ഇത് കോർഡിനേഷൻ കോമ്പൗണ്ട് പ്രകാരം നമുക്കിത് കാണുമ്പോഴേ മനസ്സിലാകും. COF6 3-. നമുക്കൊന്ന് എഴുതി നോക്കാം. COF6 3- ഉണ്ട്, COC2O4 thrice 3-. ഓക്കെ, ആദ്യം നമുക്ക് നമ്മുടെ മെറ്റൽ ആറ്റം കൊബാൾട്ടിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് നോക്കാം. ഇവിടെ നോക്കിക്കേ, ഫ്ലൂറിനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ കൊബാൾട്ടിൻ നോക്കിക്കേ, ഫ്ലൂറിന് -1 ആണ്, എക്സ് പ്ലസ് -6 = -3. അപ്പോൾ കൊബാൾട്ടിന് നമുക്ക് ഏത് ഓക്സിഡേഷൻ സ്റ്റേറ്റ് കിട്ടി? +3 ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ഇവിടെയും കൊബാൾട്ട് നോക്കിക്കഴിഞ്ഞാൽ C2O4 ഒരു ബൈഡൻറ്റേറ്റ് ലിഗാൻഡാണ്. ഇവിടെയും എക്സ് കണ്ടോ, ഇവിടെ C2O4ന് -2 ആണ്. അപ്പം x -6, ഇവിടെയും നമുക്ക് ഇങ്ങനെ വരാം, x -6 = -3 അഥവാ x = +3.
അപ്പോൾ രണ്ട് കേസിലും കൊബാൾട്ടിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കണ്ടോ, രണ്ട് കേസിലും കൊബാൾട്ട് ഏത് ഓക്സിഡേഷൻ സ്റ്റേറ്റിലാണ്? +3 ഓക്സിഡേഷൻ സ്റ്റേറ്റിലാണ്. അപ്പോൾ കൊബാൾട്ടിൻ്റെ ഗ്രൗണ്ട് സ്റ്റേറ്റ് എഴുതി കഴിഞ്ഞാൽ കൊബാൾട്ട് അറ്റോമിക് നമ്പർ 27 3d7 4s2. അപ്പോൾ കൊബാൾട്ട് 3+ ആണെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും കൊബാൾട്ട് 3+ 3 ഇലക്ട്രോൺ പോകും, അതായത് 3d6 കോൺഫിഗറേഷനാണ് വരുന്നത്. ഓക്കെ, ഇവിടെയും കണ്ടോ കൊബാൾട്ട് 3+ തന്നെ, കൊബാൾട്ട് +3 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ്, അഥവാ കോൺഫിഗറേഷൻ എന്ത് വന്ന് 3d6 കോൺഫിഗറേഷനാണ് വന്നത്. ഓക്കെ, എങ്കിൽ ആദ്യത്തെ കോമ്പൗണ്ട് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ പ്രത്യേകം ശ്രദ്ധിച്ചോണം, ഫ്ലൂറിൻ ഈസ് എ വീക്ക് ഫീൽഡ് ലിഗാൻഡ്. ഒരു വീക്ക് ഫീൽഡ് ലിഗാൻഡ് ആണെങ്കിൽ പെയറിങ് നടക്കുകയില്ല. ഓക്കെ, പക്ഷേ അടുത്ത കേസ് ഇതേ നോക്കിക്കേ, പെയറിങ് നടക്കില്ല. അതുകൊണ്ട് ഈ ഡി ഇലക്ട്രോൺ നമുക്ക് പറയാം 3Dയിലെ ഡി ഇലക്ട്രോൺ ആദ്യം സിംഗിളി ഒക്കുപ്പൈ ചെയ്യും, അതിനുശേഷം മാത്രമേ പെയർ ചെയ്യുള്ളൂ. ഇങ്ങനെയാണ്. അതായത് കണ്ടോ, ഇവിടെ അൺപെയ്ഡ് ഇലക്ട്രോൺ എത്ര എണ്ണം ഉണ്ട്? 4 അൺപെയ്ഡ് ഇലക്ട്രോൺ ഉണ്ട്. ഓക്കെ, പക്ഷേ C2O4 3- C2O4 2- എന്ന് വെച്ചാൽ ഓക്സലേറ്റ് അയോൺ ആണ്. ഓക്സലേറ്റ് അയോൺ പഠിച്ചോണം, ഒരു സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ് ആണ്. ഇവിടെ പെയറിങ് നടക്കും. അപ്പോൾ 3d6ലെ ഇലക്ട്രോൺ നമുക്ക് പറയാം ഇതേ പെയർ ചെയ്തു. അപ്പോൾ ഒരു സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ് ആണെങ്കിൽ പെയറിങ് നടക്കും. അപ്പോൾ ഇവിടെ ദേ നോക്കിക്കേ, ഇവിടെ അൺപെയ്ഡ് ഇലക്ട്രോൺ ഉണ്ട്. അൺപെയ്ഡ് ഇലക്ട്രോൺ ഉള്ളത് കൊണ്ട് പാരാമാഗ്നറ്റിക് ആയിരിക്കും. കണ്ടോ, പാരാമാഗ്നറ്റിക് ആണ്. അതുപോലെ തന്നെ ഇവിടെ അൺപെയ്ഡ് ഇലക്ട്രോൺ ഇല്ല, അതുകൊണ്ട് ഇത് ഡയാമാഗ്നറ്റിക് ആണ്. ഇനി സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ് ആണെങ്കിൽ നമുക്ക് പറയാം, കണ്ടോ ഇവിടെ പെയറിങ് നടന്നു. പെയറിങ് നടന്നത് കൊണ്ട് ഇന്നർ ഡി ഓർബിറ്റലാണ് ഇവിടെ കണ്ടോ ബോണ്ടിങ്ങിൽ പങ്കെടുത്തത്. അതുകൊണ്ട് ഇന്നർ ഓർബിറ്റൽ കോംപ്ലക്സ് ആയിരിക്കും ഫോം ചെയ്യണത്. ഇത് ഇന്നർ ഓർബിറ്റൽ കോംപ്ലക്സ് ആയിരിക്കും. COF6 പറയാൻ കണ്ടോ, ഔട്ടർ ഡി ഓർബിറ്റലാണ് പങ്കെടുത്തത്. അതുകൊണ്ട് ഒരു ഔട്ടർ ഓർബിറ്റൽ കോംപ്ലക്സ് ആയിരിക്കും ഫോം ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെയെങ്കിൽ നമുക്ക് ആ സ്റ്റേറ്റ്മെൻറ്റ്സ് ഒന്ന് നോക്കാം. ഇവിടെ നോക്കുമ്പോൾ രണ്ട് കേസിലും ദേ നോക്കിക്കേ, ഓക്സിഡേഷൻ നമ്പർ കണ്ടോ, ഇത് രണ്ടും കണ്ടാൽ മനസ്സിലാവും നമുക്കൊരു ഒക്ടാഹിഡ്രൽ കോംപ്ലക്സ് ആണ്. ഇവിടെ 6 ഫ്ലോറിൻ, ഇതുപോലെ തന്നെ C2O4 ബൈഡൻറ്റേറ്റ് ആണ്. ഇപ്പോൾ 2 × 3 6. ഓക്കെ, രണ്ടും ഒക്ടാഹിഡ്രൽ കോംപ്ലക്സ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ അത് കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. നമുക്ക് ഫോൾസ് സ്റ്റേറ്റ്മെൻറ്റാണ് ചോദിച്ചിരിക്കണം. ഒന്നാമത്തെ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റാണ്. അടുത്ത രണ്ടാമത്തെ CO C2O4 3- ഈസ് ഡയാമാഗ്നറ്റിക്. ഇപ്പോൾ പറഞ്ഞു COF6 3- ഈസ് പാരാമാഗ്നറ്റിക്. ഓക്കെ, അപ്പോൾ അതും ശരിയാണ്. മൂന്നാമത്തെ ബോത്ത് ആർ ഔട്ടർ ഓർബിറ്റൽ കോംപ്ലക്സ്. നമ്മളിപ്പോൾ പറഞ്ഞു ഔട്ടർ ഓർബിറ്റൽ അല്ല, സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ് ആണെങ്കിൽ ഇന്നർ ഓർബിറ്റൽ കോംപ്ലക്സ് ആയിരിക്കും. വീക്ക് ഫീൽഡ് ആണെങ്കിൽ മാത്രമേ ഔട്ടർ ഓർബിറ്റ്. അപ്പോൾ ഇത് നമുക്ക് ഔട്ടർ ഓർബിറ്റൽ കോംപ്ലക്സ് ആയിരുന്നു. ഇവിടെ ഇന്നർ ഓർബിറ്റൽ കോംപ്ലക്സ് ആണ് ഫോം ചെയ്തത്. അപ്പോൾ അത് നമ്മുടെ തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഓക്കെ, മൂന്നാമത്തത് ബോത്ത് ആർ കോംപ്ലക്സസ് സെൻട്രൽ മെറ്റൽ അയോൺ ഈസ് സെയിം ഓക്സിഡേഷൻ സ്റ്റേറ്റ്. അതും കറക്റ്റാണ്. ഇവിടെ അതേ നോക്കിക്കുക, രണ്ട് കോംപ്ലക്സിലും സെൻട്രൽ മെറ്റൽ ആറ്റം +3 ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ആ സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് കറക്റ്റാണ്. അപ്പോൾ അത് പ്രകാരം നമുക്ക് റോങ് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ഏത് പറയാം? നമുക്ക് മൂന്നാമത്തെ ഓപ്ഷൻ, മൂന്നാമത്തെ റോമൻ ലെറ്റർ 3 മാത്രമേ ഉള്ളൂ റോങ് സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ഓപ്ഷൻ നോക്കുമ്പോൾ ദേ only 3. ബാക്കി എല്ലാ സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ്. ഓക്കെ അല്ലേ? ഇനി ലാസ്റ്റ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്ന മറ്റൊരു തിയറിയും കൂടെ ഉണ്ട്. കോർഡിനേഷൻ കോമ്പൗണ്ട്സിലെ തിയറി ആയിട്ട് നമ്മൾ പഠിക്കുന്നത് ക്രിസ്റ്റൽ ഫീൽഡ് തിയറി. എന്താണ് ക്രിസ്റ്റൽ ഫീൽഡ് തിയറി? അതായത് ഒരു ലിഗാൻ ഫീൽഡിൻ്റെ പ്രസൻസിൽ നമുക്ക് 5 ഡി ഓർബിറ്റലാണുള്ളത്. ഈ 5 ഡി ഓർബിറ്റൽസിനും സെയിം എനർജിയാണ് DXY, DXZ, DYZ, DX² - Y² ആൻഡ് DZ². ഈ ഒരേ എനർജിയുള്ള ഈ 5 ഡി ഓർബിറ്റൽസിന് ഒരു ലിഗാൻ ഫീൽഡിൻ്റെ പ്രസൻസിൽ അവരുടെ ഡീജനറസി ലോസ്റ്റ് ചെയ്യും. കണ്ടോ, ഡീജനറസി നഷ്ടപ്പെട്ടിട്ട് അവർ 2 ലെവൽസായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. കേട്ടോ, ആ കൺസെപ്റ്റിനെയാണ് നമ്മൾ ക്രിസ്റ്റൽ ഫീൽഡ് തിയറി നമ്മൾ പറയുന്നത്. ഇങ്ങനെ ഇവർ സ്പ്ലിറ്റ് ചെയ്യുന്നത് ഇവരുടെ ലിഗാൻഡിൻ്റെ സ്ട്രെങ്തിനെ ഡിപ്പെൻഡ് ചെയ്യും. അപ്പോൾ നമുക്ക് 2 തരം സ്പ്ലിറ്റിംഗ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഒക്ടാഹിഡ്രൽ കോംപ്ലക്സിൻ്റെ കേസിലും അടുത്തത് ടെട്രാഹിഡ്രൽ കോംപ്ലക്സിൻ്റെ കേസിൽ. ഒരു ഒക്ടാഹിഡ്രൽ കോംപ്ലക്സ് കൺസിഡർ ചെയ്താൽ കണ്ടോ, ഒരു സ്ഫെറിക്കൽ ക്രിസ്റ്റൽ ഫീൽഡിൻ്റെ പ്രസൻസിൽ 5 ഡി ഓർബിറ്റലാണ് വരച്ചിരിക്കുന്നത്. അവർക്ക് സെയിം എനർജിയാണ്. അപ്പോൾ ഒക്ടാഹിഡ്രൽ കോംപ്ലക്സിൻ്റെ പ്രസൻസിൽ കണ്ടോ എനർജി ഏറ്റവും കുറവുള്ള അഥവാ ഇൻ ബിറ്റ്വീൻ ദ ആക്സിസിലുള്ള DXY, DXZ, DYZ ഇവരെ നമ്മൾ വിളിക്കുന്നത് T2G ഓർബിറ്റൽ എന്നാണ്. ഇവർക്ക് എനർജി കുറവും അതുപോലെ തന്നെ
എലോങ് ദ ആക്സിസിലുള്ള dx² - y² അഥവാ dz² അഥവാ EG ഓർബിറ്റൽസിന് എനർജി കൂടുതലും വരും. അതുകൊണ്ട് കണ്ടോ, എനർജി കുറവുള്ള T2g ഓർബിറ്റലായിരിക്കും ആദ്യം ഫില്ല് ചെയ്യുന്നത്. അതിനുശേഷമേ EG ഓർബിറ്റലിലേക്ക് ഇലക്ട്രോൺ ഫില്ലിങ് നടക്കുകയുള്ളൂ. ഓക്കെ, ഇവർ തമ്മിലുള്ള ഈ T2g EG ഓർബിറ്റൽസ് തമ്മിലുള്ള എനർജി ഡിഫറൻസിനെ നമുക്ക് എന്ത് വിളിക്കാം? ക്രിസ്റ്റൽ ഫീൽഡ് സ്റ്റെബിലൈസേഷൻ എനർജി കണ്ടോ ഡെൽറ്റ ഒ എന്ന് ഡിനോട്ട് ചെയ്യാം. ഓക്കെ, ഈ വാല്യൂം പ്രത്യേകം നോക്കിക്കോണം. കണ്ടോ, ഈ സെൻറ്റർ മുതൽ കണ്ടോ T2g വരെയുള്ള മൈനസ് ഡെൽറ്റ ഒയും അതുപോലെ തന്നെ ഇതിൻ്റെ എന്ത് പറയാം പ്ലസ് (0.6 ഡെൽറ്റ ഒ ആണ്. ഇവിടെ -0.4 ഡെൽറ്റ ഒയും ആണ്. ഓക്കെ, എങ്കിൽ ക്രിസ്റ്റൽ ഫീൽഡ് തിയറി ആയിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യം നമുക്ക് നോക്കാം. ഇൻ അക്വസ് സൊല്യൂഷൻ Cr2+ ഈസ് സ്ട്രോങ്ങർ റെഡ്യൂസിങ് ഏജൻറ്റ് ദാൻ Fe2+. കണ്ട, അക്വസ് സൊല്യൂഷനിൽ Cr2+ സ്ട്രോങ്ങർ റെഡ്യൂസിങ് ഏജൻറ്റ്, അതായത് റെഡ്യൂസിങ് ഏജൻറ്റ് എന്ന് പറയുമ്പോൾ പ്രത്യേകം ഓർത്തണം, റെഡ്യൂസിങ് ഏജൻറ്റിന് സ്വയം ഏത് റിയാക്ഷൻ നടക്കും? ഓക്സിഡേഷൻ നടക്കും. അതായത് നമുക്കൊന്ന് എഴുതി നോക്കാം. Cr2+ നോക്കിക്കഴിഞ്ഞാൽ Cr എന്ന് പറയുമ്പോൾ 3d5 4s1. Cr2+ റെഡ്യൂസിങ് ഏജൻറ്റ് എന്ന് വെച്ചാൽ Cr2+ ആരായിട്ട് കൺവേർട്ട് ചെയ്യും? സ്വയം ഓക്സിഡേഷൻ നടന്ന് Cr3+ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന പറയണം. റെഡ്യൂസിങ് ഏജൻറ്റിന് സ്വയം ഓക്സിഡേഷൻ റിയാക്ഷൻ ഇല്ല. അപ്പോൾ Cr3+ൻ്റെ കോൺഫിഗറേഷൻ എഴുതിയാൽ നമുക്ക് എന്ത് കിട്ടും? 3 ഇലക്ട്രോൺ പോകും, 3d3 എന്ന് കിട്ടും. ഓക്കെ, കണ്ടേ, Fe2+നേക്കാളും കണ്ടോ, Fe2+ നോക്കുമ്പോൾ Fe എന്ന് പറയുമ്പോൾ 3d6 4s2. Fe2+ൻ്റെ കേസിൽ നമുക്ക് 3d6 കോൺഫിഗറേഷനാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ എന്തുകൊണ്ടാണ് അക്വസ് സൊല്യൂഷനിൽ Cr2+ സ്ട്രോങ്ങർ റെഡ്യൂസിങ് ഏജൻ്റ് ആകാൻ കാരണമെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ പറഞ്ഞ ക്രിസ്റ്റൽ ഫീൽഡ് തിയറി പ്രകാരം നമുക്ക് പറയാൻ സാധിക്കും. ദേ നോക്കിക്കേ, ഈ Cr2+ സ്ട്രോങ്ങർ റെഡ്യൂസിങ് ഏജൻ്റ് ആകാൻ കാരണം ഇറ്റ് ഈസ് കൺവേർട്ടഡ് ടു കണ്ട മോർ സ്റ്റേബിൾ ആയിട്ടുള്ള Cr3+ ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഓക്സിഡൈസിങ് ഏജൻറ്റ്, ഇവിടെ റെഡ്യൂസിങ് ഏജൻറ്റ് എന്ന് വെച്ചാൽ ഇറ്റ് സെൽഫ് അണ്ടർഗോ ഓക്സിഡേഷൻ റിയാക്ഷൻ. Cr2+ ഓക്സിഡേഷൻ നടന്ന് Cr3+ ആയിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ കണ്ടോ D3 കോൺഫിഗറേഷനാണ് വരുന്നത്. ഈ D3 കോൺഫിഗറേഷൻ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ക്രിസ്റ്റൽ ഫീൽഡ് തിയറി പ്രകാരം നമുക്ക് പറയാം ഇവിടെ ഇലക്ട്രോൺ ഫില്ലിങ് നടക്കുന്നത് ഇവിടെ നമുക്ക് അക്വസ് സൊല്യൂഷൻ എന്നാണ് പറയണത്. ഓക്കെ, അക്വസ് സൊല്യൂഷൻ ആകുമ്പോൾ വാട്ടർ ഒരു വീക്ക് ഫീൽഡ് ലിഗാൻഡാണ്. അതുകൊണ്ട് ഇലക്ട്രോൺ ആദ്യം സിംഗിളി ഒക്കുപ്പൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. കണ്ടോ, നമ്മളിപ്പോൾ തിയറി പറഞ്ഞു, ആദ്യം കണ്ടോ T2g ഓർബിറ്റലിൽ ഓരോ ഇലക്ട്രോൺ ഫില്ല് ചെയ്യും. അപ്പോൾ T2g കണ്ടോ ഈ 3 ഓർബിറ്റലിലും ഓരോ ഇലക്ട്രോൺ ഫില്ല് ചെയ്യും. അപ്പോൾ കോൺഫിഗറേഷൻ എന്ത് വരും? T2g3 Eg0. അപ്പോൾ കണ്ടോ T2g ഓർബിറ്റലിൽ ഓരോ ഇലക്ട്രോൺ സിംഗിളി ഒക്കുപ്പൈ ചെയ്തു. സിംഗിളി ഒക്കുപ്പൈ ചെയ്യുമ്പോൾ അതിന് ഹാഫ് ഫിൽഡ് കോൺഫിഗറേഷൻ വരും. നോക്കിക്കേ, ഹാഫ് ഫിൽഡ് കോൺഫിഗറേഷൻ വരും. പക്ഷേ Fe2+ ആകുമ്പോൾ അതേ നോക്കിക്കേ, നമുക്ക് ഹാഫ് ഫിൽഡ് കോൺഫിഗറേഷൻ വരില്ല. ഇവിടെ ഹാഫ് ഫിൽഡ് കോൺഫിഗറേഷൻ വരുന്നു. കണ്ടോ, അതുകൊണ്ട് നമുക്ക് ആൻസർ എന്ത് പറയാൻ സാധിക്കും? ഇവിടെ ഓപ്ഷൻ പറഞ്ഞിരിക്കുന്നത് Cr2+ അയോൺ ഈസ് മോർ സ്റ്റേബിൾ ദാൻ Fe2+. നമുക്ക് കറക്റ്റ് ഒരു എക്സ്പ്ലനേഷൻ പറയാൻ സാധിക്കില്ല. ഇനി Cr2+ ദേ ഓക്സിഡേഷൻ നടന്ന് Cr3+ ആയപ്പോൾ ഏത് കോൺഫിഗറേഷനായി? D3 കോൺഫിഗറേഷൻ. ഈ D3 കോൺഫിഗറേഷൻ കണ്ട നമുക്ക് എന്ത് കിട്ടി? T2g3 Eg0 എന്ന കോൺഫിഗറേഷൻ കിട്ടി. ഇവിടെ പ്രത്യേകം ശ്രദ്ധിച്ചോണം, T2g3 Eg0 ഈ ഒരു കോൺഫിഗറേഷൻ വരുമ്പോൾ ഇതിന് കണ്ടോ ഫേവറബിൾ ക്രിസ്റ്റൽ ഫീൽഡ് സ്റ്റെബിലൈസേഷൻ എനർജി, അതായത് കണ്ടോ അൺപെയ്ഡ് ഇലക്ട്രോണിൻ്റെ എണ്ണം കുറവാണ്. അപ്പോൾ ഇതിന് നമുക്ക് കണ്ടോ ക്രിസ്റ്റൽ ഫീൽഡ് സ്റ്റെബിലൈസേഷൻ എനർജി ഏറ്റവും കൂടുതലും ആയിരിക്കും. അതുകൊണ്ട് ആൻസറായിട്ട് ഏതേ നമുക്ക് പറയാം? സെക്കൻഡ് ഓപ്ഷൻ, ഓപ്ഷൻ ബി. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പം നമ്മൾ ഇപ്പോൾ 2 ചാപ്റ്റേഴ്സ് ഡി ആൻഡ് എഫ് ബ്ലോക്ക് എലമെൻറ്റ്സ്, ഇനോർഗാനിക് കെമിസ്ട്രിയിലെ 2 പ്രധാനപ്പെട്ട ചാപ്റ്റേഴ്സായ ഡി ആൻഡ് എഫ് ബ്ലോക്ക് എലമെൻറ്റ്സും അതുപോലെ തന്നെ കോർഡിനേഷൻ കോമ്പൗണ്ട്സും ആണ് ഡിസ്കസ് ചെയ്തത്. അടുത്ത് നമ്മൾ ഇനി ഓർഗാനിക് കെമിസ്ട്രിയിലേക്ക് കടക്കുകയാണ്. ഓർഗാനിക് കെമിസ്ട്രിയിലെ പ്രധാന ചാപ്റ്ററായ അമീൻസ് എന്ന ചാപ്റ്റർ നോക്കാം. അപ്പോൾ അമൈൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട കൺസെപ്റ്റും ക്വസ്റ്റ്യൻസും എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അമൈൻസ് എന്ന ചാപ്റ്ററിൽ നമുക്ക് മെയിനായിട്ട് പഠിക്കാനുള്ളത് അമൈൻസിൻ്റെ പ്രിപ്പറേഷൻ, അതിൻ്റെ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് ആണ് നമ്മൾ പഠിക്കുന്നത്. അമൈൻസിൻ്റെ പ്രിപ്പറേഷൻ നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് വൺ നൈട്രോ കോമ്പൗണ്ട്സ്, അതായത് നൈട്രോ കോമ്പൗണ്ട്സിനെ റിഡക്ഷൻ ചെയ്ത് നമുക്ക് പ്രൈമറി അമൈൻസ് നിർമ്മിക്കാൻ പറ്റും. അതുപോലെ തന്നെ ടിൻ HCl, അതുപോലെ തന്നെ അയണും HCl ആണ് അവിടെ മോർ സ്യൂട്ടബിൾ ആയിട്ടുള്ള റെഡ്യൂസിങ് ഏജൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, രണ്ടാമത്തത് മറ്റൊരു പ്രിപ്പറേഷൻ ആൽക്കൈൽ ഹാലൈഡ്സ് അമോണോളിസിസ്. ആൽക്കൈൽ ഹാലൈഡ് അമോണിയയായിട്ട് റിയാക്ട് ചെയ്താലും നമുക്ക്
അമൈൻസ് നിർമ്മിക്കാം. ഇതിലെ മറ്റൊരു പ്രിപ്പറേഷനാണ് ഹോഫ്മാൻ ബ്രോമമൈഡ് ഡീഗ്രഡേഷൻ റിയാക്ഷൻ. ഓക്കെ, അതുപോലെ തന്നെ ഗബ്രിയേൽ ഫ്താലിമൈഡ് സിന്തസിസ്, അതായത് ഒരു അലീഫാറ്റിക് പ്രൈമറി അമീൻസിൻ്റെ മാത്രം പ്രിപ്പറേഷനാണ് ഗബ്രിയേൽ ഫ്താലിമൈഡ് സിന്തസിസ്. നെക്സ്റ്റ് വൺ റിഡക്ഷൻ ഓഫ് അമൈഡ്സ്. അമൈഡ് സ്ട്രോങ്ങസ്റ്റ് റെഡ്യൂസിങ് ഏജൻ്റായ ലിഥിയം അലൂമിനിയം ഹൈഡ്രൈഡായിട്ട് റിയാക്ട് ചെയ്താൽ അമൈൻസ് ഫോം ചെയ്യും. അടുത്തത് നൈട്രൈൽസ്. നൈട്രൈൽസ് അഥവാ സയനൈഡിനെ നമ്മൾ റിഡക്ഷൻ ചെയ്താൽ നമുക്ക് കറസ്പോണ്ടിങ് പ്രൈമറി അമീൻസ് ഫോം ചെയ്യും. ഇത്രയാണ് നമുക്ക് പ്രിപ്പറേഷൻ പാർട്ടിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, എങ്കിൽ ഇതിലെ പ്രധാനപ്പെട്ട ഒരു പ്രിപ്പറേഷൻ റിയാക്ഷൻ നമുക്ക് നോക്കാം. ഹോഫ്മാൻ ബ്രോമമൈഡ് ഡീഗ്രഡേഷൻ റിയാക്ഷൻ. എന്താണ് ഹോഫ്മാൻ ബ്രോമമൈഡ് ഡീഗ്രഡേഷൻ റിയാക്ഷൻ? ഒരു പ്രൈമറി അമൈഡ്, അതായത് അലീഫാറ്റിക് അല്ലെങ്കിൽ അരോമാറ്റിക് ആയിട്ടുള്ള പ്രൈമറി അമൈഡിൽ നിന്ന് ഒരു കാർബൺ കുറവുള്ള പ്രൈമറി അമീൻ നിർമ്മിക്കുന്ന റിയാക്ഷനെയാണ് ഹോഫ്മാൻ ബ്രോമമൈഡ് ഡീഗ്രഡേഷൻ റിയാക്ഷൻ. ഇതിലെ റിയേജൻസിൻ്റെ പേര് ഇവിടെ തന്നെ കിടപ്പുണ്ട്. ബ്രോമമൈഡ്, അതായത് പ്രൈമറി അമൈഡ് ആരൊക്കെയായിട്ട് റിയാക്ട് ചെയ്യണം? ബ്രോമിനും ആൽക്കലിയും. കേട്ടോ, പ്രൈമറി അമൈഡ് ആരായിട്ട് റിയാക്ട് ചെയ്യണം? ബ്രോമിനും ആൽക്കലി ആയിട്ട് നമുക്ക് NaOH യൂസ് ചെയ്യാം, അല്ലെങ്കിൽ 4 കേട്ടോ, NaH അല്ലെങ്കിൽ KOH യൂസ് ചെയ്യാം. കേട്ടോ, NaOH യൂസ് ചെയ്യാം, അല്ലെങ്കിൽ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് അല്ലെങ്കിൽ സോഡിയം ഹൈഡ്രോക്സൈഡ്. അപ്പോൾ ഒരു പ്രൈമറി അമൈഡ് ആയിരിക്കണം. പ്രൈമറി അമൈഡ് ബ്രോമിനും NaOH അഥവാ KOH ആയിട്ട് റിയാക്ട് ചെയ്താൽ ഒരു കാർബൺ കുറവുള്ള പ്രൈമറി അമീൻ കണ്ടോ, ആ CO ഗ്രൂപ്പ് റിമൂവ് ചെയ്താൽ നമുക്ക് പ്രോഡക്റ്റ് കിട്ടും RNH2. NaOH ആണെങ്കിൽ ബൈ പ്രോഡക്റ്റ് Na2CO3 ആയിരിക്കും. KOH ആണെങ്കിൽ K2CO3 ആയിരിക്കും. സോഡിയം ബ്രോമൈഡും വാട്ടറും നമുക്ക് ബൈ പ്രോഡക്റ്റ് ആയിട്ടും നമുക്ക് ഫോം ചെയ്യും. ഓക്കെ, എങ്കിൽ ഇതിലെ മറ്റൊരു കെമിക്കൽ റിയാക്ഷനിലേക്ക് കടന്നു കഴിഞ്ഞാൽ അമീൻസിൻ്റെ പ്രധാനപ്പെട്ട കെമിക്കൽ പ്രോപ്പർട്ടീസ് നമുക്ക് നോക്കാം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് പറയാം, അമീൻസ് എല്ലാം ബേസിക് നേച്ചറാണ്. അതായത് നമ്മുടെ അമൈൻസിലെ നൈട്രജൻ ആറ്റത്തിലെ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് എക്സിസ്റ്റ് ചെയ്യണതുകൊണ്ട് ഇവർ ലൂയിസ് ബേസിസ് ആയിട്ട് ആക്ട് ചെയ്യും. അതുകൊണ്ട് നമ്മുടെ അമൈൻസ് എല്ലാം തന്നെ അമോണിയയെ പോലെ തന്നെ ഏത് ക്യാരക്ടറാണ്? ബേസിക് നേച്ചറാണ് ഉള്ളത്. ഓക്കെ, എങ്കിൽ ഇവരുടെ ബേസിസിറ്റി നമുക്ക് അമോണിയയായിട്ട് കമ്പയർ ചെയ്യാം. അതായത് അമോണിയയും അതുപോലെ തന്നെ ആൽക്കൈൽ അമീൻ, നമ്മുടെ ആൽക്കൈൽ അമീൻ എന്ന് പറയുന്നത് ആൽക്കൈൽ അമീൻ അഥവാ അലീഫാറ്റിക് അമീൻസ്, RNH2-നെയാണ് നമ്മൾ കണ്ട ആൽക്കൈൽ അമീൻ അഥവാ അലീഫാറ്റിക് അമീൻ അമോണിയ. ഇവിടെ രണ്ട് കേസിൽ നമുക്ക് നൈട്രജൻ ആറ്റത്തിൽ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ എക്സിസ്റ്റ് ചെയ്യാനുണ്ട്. പക്ഷേ ആൽക്കൈൽ അമീനിലെ ആൽക്കൈൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഒരു ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പാണ്. ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് നൈട്രജൻ ആറ്റത്തിൻ്റെ ഇലക്ട്രോൺ ഡെൻസിറ്റി കൂട്ടും. നൈട്രജൻ ആറ്റത്തിൻ്റെ ഇലക്ട്രോൺ ഡെൻസിറ്റി കൂടിക്കഴിഞ്ഞാൽ ബേസിസിറ്റി ഇൻക്രീസസ്. അപ്പോൾ അമൈൻസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റാണ് കണ്ടോ, ആൽക്കൈൽ ഗ്രൂപ്പിന് +I എഫക്റ്റ് അഥവാ ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് എഫക്റ്റ് ഉള്ളതുകൊണ്ട് ഇറ്റ് ഇൻക്രീസസ് ദ ഇലക്ട്രോൺ ഡെൻസിറ്റി ഓൺ നൈട്രജൻ ആറ്റം, ദെൻ ബേസിസിറ്റി ഇൻക്രീസസ്. അമോണിയയിൽ കണ്ടോ ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് ആരും തന്നെ ഇല്ല. അതുകൊണ്ട് അമോണിയയെക്കാളും മോർ ബേസിക് ആയിരിക്കും അലീഫാറ്റിക് അമീൻസ് അഥവാ ആൽക്കൈൽ അമീൻസ്. ഓക്കെ അല്ലേ കൺസെപ്റ്റ്? എങ്കിൽ അരോമാറ്റിക് അമീൻസ് അഥവാ അനിലിൻ നമുക്ക് എടുക്കാം. ഇപ്പോൾ ദേ അമോണിയയും ഒരു അരോമാറ്റിക് അമീനായ അനിലിൻ, ഇവിടെയും ലോൺ പെയർ ഉണ്ട്, ഈ നൈട്രജനിലും ലോൺ പെയർ ഉണ്ട്. പക്ഷേ അരോമാറ്റിക് അമീൻസ്, ഒരു അരോമാറ്റിക് അമീൻ എക്സാമ്പിളാണ് അനിലിൻ. അരോമാറ്റിക് അമീൻസും അമോണിയയും തമ്മിൽ കമ്പയർ ചെയ്താൽ അരോമാറ്റിക്, അപ്പോൾ അലീഫാറ്റിക് അമീൻസും അമോണിയയിൽ അലീഫാറ്റിക് അമീൻസ് ആണ് മോർ ബേസിക് ദാൻ അമോണിയ. പക്ഷേ അരോമാറ്റിക് അമീൻസും നമ്മുടെ അമോണിയയും തമ്മിൽ കമ്പയർ ചെയ്താൽ നമുക്ക് പറയാൻ സാധിക്കും അമോണിയ ഈസ് മോർ ബേസിക് ദാൻ അരോമാറ്റിക് അമീൻസ് അഥവാ അരൈൽ അമീൻസ് ആർ ലെസ് ബേസിക് ദാൻ അമോണിയ. അതിന് കാരണമായിട്ട് പറയുന്നത് ഈ അരോമാറ്റിക് അമീൻസിലെ നൈട്രജൻ ആറ്റത്തിലെ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ റെസണൻസിൽ പങ്കെടുക്കുന്നത് മൂലം നൈട്രജൻ ആറ്റത്തിൻ്റെ ഇലക്ട്രോൺ ഡെൻസിറ്റി ഡിക്രീസ് ചെയ്യുന്നു. ഇലക്ട്രോൺ ഡെൻസിറ്റി കുറഞ്ഞു കഴിഞ്ഞാൽ ബേസിസിറ്റിയും കുറയും. അതുകൊണ്ട് അരൈൽ അമീൻസ് എല്ലാം ലെസ് ബേസിക് ദാൻ അമോണിയ. ഓക്കെ, അപ്പോൾ അരോമാറ്റിക് അമീൻസിൻ്റെ ഈ ഒരു കേസും നിങ്ങൾ ഓർത്തോണം. എങ്കിൽ ഈ അരോമാറ്റിക് അമീൻസിൽ തന്നെ ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് വന്നാൽ അവരുടെ ബേസിസിറ്റി കൂടും. അതായത് അനിലിൻ്റെ അകത്ത് തന്നെ കണ്ട അതിൻ്റെ ഓർത്തോ മെറ്റാ പാരാ പൊസിഷനിൽ ഏതെങ്കിലും ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പായ OCH3 അഥവാ CH3 കണ്ട ആൽക്കോക്സി ഗ്രൂപ്പ് കണ്ട മെതോക്സി അഥവാ മീഥൈൽ ഗ്രൂപ്പൊക്കെ വന്നു കഴിഞ്ഞാൽ ഇലക്ട്രോൺ ഡെൻസിറ്റി കൂടും. അനിലിനേക്കാളും ബേസിസിറ്റി കൂടുതലായിരിക്കും.
അതേ അരോമാറ്റിക് അമീൻസിൽ തന്നെ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പായ നൈട്രോ ഗ്രൂപ്പോ SO3H സയനൈഡോ കാർബോക്സിലിക് ആസിഡ് അല്ലെങ്കിൽ ഹാലജൻസ് ഒക്കെ വന്നാൽ അനിലിനേക്കാളും ബേസിസിറ്റി എന്തായിരിക്കും? കുറവായിരിക്കും. ആ ഒരു കൺസെപ്റ്റും കൂടെ പ്രത്യേകം ഓർത്തോണം കേട്ടോ. എങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യനും കൂടെ നമുക്ക് നോക്കാം. എമംഗ് മെഥനാമീൻ, എഥനാമീൻ, ബെൻസനാമീൻ ആൻഡ് N-methyl aniline and N-dimethyl aniline, the weakest and strongest base in aqueous phase. ഇവിടെ aqueous phaseൽ മോർ ബേസിക്കും കണ്ടോ, വീക്കസ്റ്റ് ബേസും സ്ട്രോങ്ങസ്റ്റ് ബേസും ആണ്. അപ്പോൾ ഇവരെ നോക്കിക്കഴിഞ്ഞാൽ ഒരെണ്ണം നമുക്ക് അലീഫാറ്റിക് അമീൻസും അരോമാറ്റിക്കും കൂടെ കൺസിഡർ ചെയ്താൽ മെഥനാമീനും എഥനാമീനും അലീഫാറ്റിക് അമീൻസ് ആണ്. ബെൻസനാമീൻ്റെ മറ്റൊരു പേരാണ് അനിലിൻ. പ്രത്യേകം ശ്രദ്ധിച്ചോണം, ബെൻസനാമീൻ ആരാണ്? അനിലിൻ. ഓക്കെ. ഇനി N-methyl അനിലിൻ എന്ന് വെച്ചാൽ അനിലിൻ്റെ അകത്തൊരു ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പാണ് വന്നത്. അപ്പോൾ അനിലിനേക്കാളും ബേസിസിറ്റി കൂടുതലായിരിക്കും. ഓക്കെ. N-dimethyl അനിലിൻ എന്ന് വെച്ചാൽ അനിലിൻ്റെ അകത്ത് കണ്ട 2 മീഥൈൽ വന്ന്, അപ്പോൾ അനിലിനേക്കാളും ഏറ്റവും ബേസിസിറ്റി കൂടുതൽ കണ്ടോ അനിലിനും N-methyl അനിലിനും N-dimethyl അനിലിനും കമ്പയർ ചെയ്താൽ N-dimethyl അനിലിനായിരിക്കും ബേസിസിറ്റി കൂടുതൽ. കണ്ടോ? അപ്പോൾ ജനറലി നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്ന വീക്കസ്റ്റ് ബേസ് നമ്മളിപ്പോൾ പറഞ്ഞു. ആദ്യത്തെ 2 പേര് അലീഫാറ്റിക് അമീൻസ് ആണ്. അവർ അക്വസ് ഫേസിൽ മോർ ബേസിക് ആണ്. വീക്കസ്റ്റ് ബേസ് എപ്പോഴും അമോണിയേക്കാളും ബേസിസിറ്റി കുറവുള്ളത് അരോമാറ്റിക് അമീൻസ് ആണ്. അപ്പോൾ അരോമാറ്റിക് അമീൻസായ ബെൻസനാമീൻ അഥവാ അനിലിൻ്റെ അകത്ത് തന്നെ ഇവിടെ മീഥൈൽ ഗ്രൂപ്പ് ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് ആയതുകൊണ്ട് അവർക്ക് അനിലിനേലും ബേസിസിറ്റി കൂടുതലായിരിക്കും. അതുകൊണ്ട് ലീസ്റ്റ് ബേസിക് ആരേ വരുവുള്ളൂ? നമ്മുടെ ബെൻസനാമീൻ അഥവാ അനിലിനായിരിക്കും. ഓക്കെ. എങ്കിൽ നമുക്ക് വീക്കസ്റ്റും ചോദിച്ചിട്ടുണ്ട്, സ്ട്രോങ്ങസ്റ്റ് ബേസും ചോദിച്ചിട്ടുണ്ട്. സ്ട്രോങ്ങസ്റ്റ് ബേസ് നമ്മളിപ്പോൾ പറഞ്ഞ അലീഫാറ്റിക് അമീൻസ് ആണ്. ഓക്കെ. എഥനാമീനും ഉണ്ട്, മെഥനാമീനും ഉണ്ട്. എഥനാമീനും നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ കണ്ട ഈഥൈൽ ഗ്രൂപ്പിന് +I എഫക്റ്റ് ഏറ്റവും കൂടുതലാണ്. അതുകൊണ്ട് മെഥനാമീനേക്കാളും ബേസിസിറ്റി കൂടുതൽ ആർക്കായിരിക്കും? എഥനാമീൻ. അപ്പോൾ വീക്കസ്റ്റ് നമുക്ക് പറയാം ബെൻസനാമീനും വന്നു. സ്ട്രോങ്ങസ്റ്റ് ബേസ് അക്വസ് ഫേസിൽ ആര് വന്നു? എഥനാമീനും വന്നു. ആൻസർ ഏത് വരും? ഓപ്ഷൻ ഡി. ഓക്കെ അല്ലേ? ഓക്കെ. ഇനി അമീൻസിൻ്റെ കെമിക്കൽ റിയാക്ഷനിലെ മറ്റൊരു റിയാക്ഷനാണ് കാർബൈൽ അമീൻ റിയാക്ഷൻ. എന്താണ് കാർബൈൽ അമീൻ റിയാക്ഷൻ എന്ന് വെച്ചാൽ അമീൻസിൻ്റെ ഒരു ഡിസ്റ്റിങ്വിഷിംഗ് ടെസ്റ്റായിട്ട് നമുക്ക് ഈ റിയാക്ഷൻ പറയാം. അതായത് അലീഫാറ്റിക് ആൻഡ് അരോമാറ്റിക് പ്രൈമറി അമീൻ ക്ലോറോഫോമും ആൽക്കഹോളിക് KOH ആയിട്ട് റിയാക്ട് ചെയ്താൽ ഒരു ഫൗൾ സ്മെല്ലിംഗ് കോമ്പൗണ്ടായ ഐസോസയനൈഡ് ഫോം ചെയ്യും. ഈ കെമിക്കൽ റിയാക്ഷനെ വിളിക്കുന്ന പേരാണ് കാർബൈൽ അമീൻ റിയാക്ഷൻ. അപ്പോൾ പ്രൈമറി അമീൻസിനെ മറ്റ് അമീൻസിൽ നിന്നുള്ള ഡിസ്റ്റിങ്വിഷിംഗ് ടെസ്റ്റായിട്ടും ഈ റിയാക്ഷൻ പറയാം. ഒരു പ്രൈമറിയും സെക്കൻഡറിയും തരികയോ അല്ലെങ്കിൽ ഒരു പ്രൈമറി അമീനും ടേർഷറി അമീനും തന്നാൽ ഡിസ്റ്റിങ്വിഷിംഗ് ടെസ്റ്റായിട്ട് നമുക്ക് ഈ റിയാക്ഷൻ പറയാം. എപ്പോഴും അലീഫാറ്റിക് അഥവാ അരോമാറ്റിക് പ്രൈമറി അമീൻസ് മാത്രമേ ഫൗൾ സ്മെല്ലിംഗ് കോമ്പൗണ്ടായ ഐസോസയനൈഡ് ഫോം ചെയ്യിക്കുകയുള്ളൂ. ഓക്കെ. അപ്പോൾ കണ്ടോ RNH2 ഇതേ നോക്കിക്കേ, ക്ലോറോഫോമും KOH ആയിട്ട് റിയാക്ട് ചെയ്ത കണ്ടോ ഫൗൾ സ്മെല്ലിംഗ് കോമ്പൗണ്ടായ കണ്ടോ RNC ഐസോസയനൈഡ്, ആൽക്കൈൽ ഐസോസയനൈഡ് ഫോം ചെയ്തു. ഓക്കെ അല്ലേ? ഇതേ സ്ഥാനത്ത് ദേ അനിലിനാണെങ്കിൽ ദേ നമുക്ക് പറയാൻ കണ്ടോ ഫിനൈൽ ഐസോസയനൈഡ്. കണ്ടോ ഫിനൈൽ ഐസോസയനൈഡ്. ഓക്കെ. ഈ കെമിക്കൽ റിയാക്ഷൻ എന്ത് വിളിക്കാം? കാർബൈൽ അമീൻ റിയാക്ഷൻ എന്ന് നമുക്ക് വിളിക്കാം. ഓക്കെ അല്ലേ? കാർബൈൽ അമീൻ റിയാക്ഷൻ. അപ്പോൾ അമീൻസിൻ്റെ ഒരു ഡിസ്റ്റിങ്വിഷിംഗ് ടെസ്റ്റായിട്ട് നമുക്ക് ഈ റിയാക്ഷനെ നമുക്ക് പറയാം. ഓക്കെ. എങ്കിൽ അടുത്ത റിയാക്ഷൻ നോക്കിയാൽ റിയാക്ഷൻ വിത്ത് നൈട്രസ് ആസിഡ്. അതായത് ഒരു അരോമാറ്റിക് പ്രൈമറി അമീനായ അനിലിനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നോക്കിക്കുക, അനിലിൻ C6H5NH2. ഈ റിയാക്ഷൻ്റെ പ്രത്യേകത നമ്മൾ ഓൾറെഡി പഠിച്ചൊരു റിയാക്ഷനാണ്. അരോമാറ്റിക് പ്രൈമറി അമീനായ അനിലിൻ സോഡിയം നൈട്രേറ്റും HCl-ഉം 273 to 278 കെൽവിൻ. ഈ റിയാക്ഷനെ വിളിക്കുന്ന പേരാണ് ഡയസറ്റൈസേഷൻ റിയാക്ഷൻ. അപ്പോൾ അനിലിൻ സോഡിയം നൈട്രേറ്റും HCl-ഉം കണ്ടോ 273 to 278 കെൽവിനി റിയാക്ട് ചെയ്താൽ കിട്ടുന്ന പ്രോഡക്റ്റ് ബെൻസീൻ ഡൈസോണിയം സാൾട്ട് ആയിരിക്കും. നമ്മൾ HCl ആണെങ്കിൽ ബെൻസീൻ ഡൈസോണിയം ക്ലോറൈഡ് എന്ന് പറയാം. ഈ റിയാക്ഷനെ നമുക്ക് എന്ത് വിളിക്കാം? ഡൈസറ്റൈസേഷൻ റിയാക്ഷൻ എന്ന് വിളിക്കാം. ഓക്കെ. ഇനി അമീൻസിലെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിസ്റ്റിങ്വിഷിംഗ് ടെസ്റ്റാണ് നമുക്ക് പ്രൈമറി
സെക്കൻഡറി ടേർഷറി അമീൻസ് നൽകിയാൽ, 3 ഡിഫറെൻറ്റ് അമീൻസ് നൽകിയാണ്, അല്ലെങ്കിൽ ഒരു സെക്കൻഡറി അമൈനും ടേർഷറി അമൈനും തന്നാൽ അവരെ ഡിസ്റ്റിങ്വിഷ് ചെയ്യാനുള്ള ഒരു കെമിക്കൽ റിയാക്ഷനാണ് അടുത്ത നമ്മൾ പഠിക്കാൻ പോണ റിയാക്ഷൻ വിത്ത് അരൈൽ സൾഫണൈൽ ക്ലോറൈഡ്. അരൈൽ സൾഫണൈൽ ക്ലോറൈഡ് എന്ന് പറയാം, അല്ലെങ്കിൽ ബെൻസീൻ സൾഫണൈൽ ക്ലോറൈഡ്. ഓക്കെ, അപ്പോൾ എന്താണ് ബെൻസീൻ സൾഫണൈൽ ക്ലോറൈഡ്? ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ബെൻസീൻ സൾഫണൈൽ ക്ലോറൈഡ് അഥവാ C6H5SO2Cl അറിയപ്പെടുന്ന പേരാണ് ഹിൻസ്ബെർഗ് റിയേജൻറ്റ്. എന്താണ്? ഹിൻസ്ബെർഗ് റിയേജൻറ്റ്. അപ്പോൾ ഇത് നമ്മൾ യൂസ് ചെയ്യണത് പ്രൈമറി അമീൻസും സെക്കൻഡറി അമീനും ആണെങ്കിൽ നമ്മുടെ ഹിൻസ്ബെർഗ് റിയേജൻ്റ് ആയിട്ട് പ്രോഡക്റ്റ് നൽകും. കണ്ടോ, സൾഫണമൈഡ് ഫോം ചെയ്യുന്ന. നമുക്ക് ടെസ്റ്റ് ഒന്ന് നോക്കാം. നമ്മുടെ പ്രൈമറി അമീൻസ് ബെൻസീൻ സൾഫണൈൽ ക്ലോറൈഡ് ആയിട്ട് റിയാക്ട് ചെയ്താൽ അഥവാ ഹിൻസ്ബെർഗ് റിയേജൻ്റ് ആയിട്ട് റിയാക്ട് ചെയ്താൽ പ്രോഡക്റ്റ് എൻ ആൽക്കൈൽ ബെൻസീൻ സൾഫണമൈഡ് ആയിരിക്കും. ആ കോമ്പൗണ്ട് എപ്പോഴും വിച്ച് ഈസ് സോലുബിൾ ഇൻ ആൽക്കലി, ആൽക്കലിയിൽ സോലുബിൾ ആയിരിക്കും. അപ്പോൾ പ്രൈമറി അമീൻ ഹിൻസ്ബെർഗ് റിയേജൻ്റ് ആയിട്ട് റിയാക്ട് ചെയ്യുന്ന എൻ ആൽക്കൈൽ ബെൻസീൻ സൾഫണമൈഡ് എപ്പോഴും ആൽക്കലിയിൽ എന്തായിരിക്കും? സോലുബിൾ ആയിരിക്കും. ഓക്കെ, ഇനി ഇതേ സ്ഥാനത്ത് സെക്കൻഡറി അമീനാണ് ഹിൻസ്ബെർഗ് റിയേജൻ്റ് ആയിട്ട് റിയാക്ട് ചെയ്താൽ പ്രോഡക്റ്റ് വരുന്നത് NN ഡൈ ആൽക്കൈൽ ബെൻസീൻ സൾഫണമൈഡ് ആയിരിക്കും. അത് ആൽക്കലിയിൽ എപ്പോഴും ഇൻസോലുബിൾ ആയിരിക്കും. ഇങ്ങനെയാണ് പ്രൈമറിയും സെക്കൻഡറിയും തമ്മിൽ നമ്മൾ ഡിസ്റ്റിങ്വിഷ് ചെയ്യണം. ഇതേ നോക്കിക്കേ, കണ്ടോ, പ്രൈമറി അമീൻ ആണെങ്കിൽ ഹിൻസ്ബെർഗ് റിയേജൻ്റ് ആയിട്ട് റിയാക്ട് ചെയ്താൽ കണ്ടോ എൻ ആൽക്കൈൽ ബെൻസീൻ സൾഫണമൈഡ്, അതായത് കണ്ടോ അമീനിലെ ഒരു എച്ചും ഒരു CLും തമ്മിൽ HCl എലിമിനേറ്റ് ചെയ്തു, എൻ ആൽക്കൈൽ ബെൻസീൻ സൾഫണമൈഡ് ഫോം ചെയ്തു. ഇവിടെ നൈട്രജൻ ആറ്റത്തിൽ ഒരു അസിഡിക് ഹൈഡ്രജൻ ഇവിടെ എക്സിസ്റ്റ് ചെയ്യണുണ്ട്. കണ്ടോ, ഇതിലെ നൈട്രജൻ ആറ്റത്തിൽ ഈ ഒരു അസിഡിക് ഹൈഡ്രജൻ എക്സിസ്റ്റ് ചെയ്യണതുകൊണ്ട് നമുക്ക് പറയാം ഇത് ആൽക്കലിയിൽ സോലുബിൾ ആണ്. ഈ ഹൈഡ്രജൻ മാറി ആൽക്കലിയിലേക്ക് കണ്ട KOH അഥവാ NaOHലെ സോഡിയം അല്ലെങ്കിൽ പൊട്ടാസ്യം റീപ്ലേസ് ചെയ്യും. ഇതേ സ്ഥാനത്ത് സെക്കൻഡറി അമീൻ ഹിൻസ്ബെർഗ് റിയേജൻ്റ് ആയിട്ട് റിയാക്ട് ചെയ്താൽ ഫസ്റ്റ് ഡേ സെക്കൻഡറി അമീനിലെ ഈ ഒരു ക്ലോറിനും നമുക്ക് പറയാം ഹിൻസ്ബെർഗ് റിയേജൻറ്റിലെ ക്ലോറിനും ഇവിടെ അമീനിലെ എച്ചും തമ്മിൽ HCl എലിമിനേറ്റ് ചെയ്ത് കണ്ടോ NN ഡൈ ആൽക്കൈൽ ബെൻസീൻ സൾഫണമൈഡ് ഫോം ചെയ്തു. ഇവിടെ നൈട്രജൻ ആറ്റത്തിൽ റീപ്ലേസബിൾ ഹൈഡ്രജൻ ഇല്ല, അതുകൊണ്ട് ഇത് ആൽക്കലിയിൽ എന്തായിരിക്കും? ഇൻസോലുബിൾ ആയിരിക്കും. അപ്പോൾ ഇവിടെ അമീൻസ് എല്ലാം റിയാക്ട് ചെയ്യാൻ കാര്യം പ്രൈമറി അമീനിലും സെക്കൻഡറി അമീനിലും നൈട്രജനിൽ ഹൈഡ്രജൻ ഉള്ളത് കൊണ്ടാണ് കണ്ടോ ഇവർ അമൈഡ് ഫോം ചെയ്യിച്ചത്. ഇതേ സ്ഥാനത്ത് നമ്മൾ ടേർഷറി അമീനിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ടേർഷറി അമീൻ ഡസ് നോട്ട് റിയാക്ട് വിത്ത് ബെൻസീൻ സൾഫണൈൽ ക്ലോറൈഡ്. കണ്ട, ഹിൻസ്ബെർഗ് റിയേജൻ്റ് ആയിട്ട് റിയാക്ട് ചെയ്യില്ല. കാരണം എന്താ? ടേർഷറി അമീനിലെ നൈട്രജൻ ആറ്റത്തിൽ റീപ്ലേസബിൾ ഹൈഡ്രജൻ ഒന്നും തന്നെ ഇല്ല. അതുകൊണ്ട് ടേർഷറി അമീൻ ഡു നോട്ട് റിയാക്ട് വിത്ത് ഹിൻസ്ബെർഗ് റിയേജൻറ്റ്. അതുകൊണ്ട് ഇങ്ങനെയാണ് നമ്മളൊരു പ്രൈമറി, സെക്കൻഡറി, ടേർഷറി അമീൻസിനെ ഡിസ്റ്റിങ്വിഷ് ചെയ്യണം. ഈ ഹിൻസ്ബെർഗ് റിയേജൻറ്റ് ബെൻസീൻ സൾഫണൈൽ ക്ലോറൈഡിന് പകരം നമുക്ക് പാരാട്ടൊളുവിൻ സൾഫണൈൽ ക്ലോറൈഡും നമുക്ക് കണ്ട ഡിസ്റ്റിങ്വിഷിംഗ് ടെസ്റ്റിനെ നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു റിയേജൻ്റ് ആണ്. ഓക്കെ, എങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യം നമുക്ക് നോക്കാം. ദ റിയേജൻറ്റ് ദാറ്റ് ഈസ് യൂസ്ഡ് ടു ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ സെക്കൻഡറി അമീൻ ആൻഡ് ടേർഷറി അമീൻ. ഇതേ നോക്കിക്കേ, സെക്കൻഡറി അമീൻ നമുക്ക് ഓപ്ഷൻ തന്നിരിക്കുന്ന ഹിൻസ്ബെർഗ് റിയേജൻ്റ് ഉണ്ട്, ലൂക്കാസ് റിയേജൻറ്റ് നമ്മൾ ആൽക്കഹോളിൻ്റെ ഡിസ്റ്റിങ്വിഷനാണ്, ക്ലോറോഫോമും ആൽക്കഹോളിക് KOH, ബോർഷേസ് റിയേജൻറ്റ് ബ്രോമിൻ വാട്ടർ. ഇതിൽ നമ്മൾ പറഞ്ഞു ക്ലോറോഫോമും ആൽക്കഹോളിക് KOHൻ്റെ പ്രത്യേകത ഒരു പ്രൈമറിയും ടേർഷറിയോ അല്ലെങ്കിൽ പ്രൈമറി അമീൻസിനെ മറ്റ് അമീൻസിൽ നിന്ന് ഡിസ്റ്റിങ്വിഷ് ചെയ്യാനേ പറ്റുള്ളൂ. നമുക്കിവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് സെക്കൻഡറി ആൻഡ് ടേർഷറി അമീൻ ആയതുകൊണ്ട് ഏതേ പറ്റുള്ളൂ ആൻസർ പറയാം? ഹിൻസ്ബെർഗ് റിയേജൻറ്റ് അഥവാ ബെൻസീൻ സൾഫണൈൽ ക്ലോറൈഡ്. ടേർഷറി അമീൻ റിയാക്ട് ചെയ്യില്ല. സെക്കൻഡറി അമീൻ ആണെങ്കിൽ NN ഡൈ ആൽക്കൈൽ ബെൻസീൻ സൾഫണമൈഡ് ഫോം ചെയ്യും. അത് ആൽക്കലിയിൽ എന്തായിരിക്കും? ഇൻസോലുബിൾ ആയിരിക്കും. ഓക്കെ അല്ലേ? ഇനി അമൈൻസിലെ ഏറ്റവും ലാസ്റ്റ് നമ്മൾ പഠിക്കാൻ പോണ അമൈൻസിൻ്റെ കെമിക്കൽ റിയാക്ഷൻസ്. അമൈൻസിൻ്റെ കെമിക്കൽ റിയാക്ഷൻസ് നമ്മൾ ഇതിനു മുമ്പ് ഡൈസോണിയം സാൾട്ടിൻ്റെ പ്രിപ്പറേഷൻ പറഞ്ഞു. അരോമാറ്റിക് പ്രൈമറി അമീനായ അനിലിൻ ഡൈസറ്റൈസേഷൻ ചെയ്താൽ കിട്ടുന്ന പ്രോഡക്റ്റാണ് ഡൈസോണിയം സാൾട്ട്. ഈ ഡൈസോണിയം സാൾട്ട് നൽകുന്ന കെമിക്കൽ റിയാക്ഷൻസ് നമുക്ക് നോക്കാം. ഡൈസോണിയം സാൾട്ടിൻ്റെ പ്രത്യേകത ബെൻസീൻ ഡൈസോണിയം ക്ലോറൈഡ്. ഫസ്റ്റ് വൺ കണ്ടോ, സാൻമേയസ് റിയാക്ഷൻ. എന്താണ് സാൻമേയസ് റിയാക്ഷൻ? ഈ ബെൻസീൻ ഡൈസോണിയം ക്ലോറൈഡിനെ കുപ്രസ് ക്ലോറൈഡും HCl ആയിട്ട് റിയാക്ട് ചെയ്താൽ ക്ലോറിൻ റീപ്ലേസ് ചെയ്യും. കുപ്രസ് ബ്രോമൈഡും HBr ആയിട്ട് റീപ്ലേസ് ചെയ്താൽ ബ്രോമിൻ വരും. കോപ്പർ സയനൈഡും
പൊട്ടാസ്യം സയനൈഡ് ആണെങ്കിൽ N2+ Cl- റീപ്ലേസ് ചെയ്ത് സയനൈഡ് വരും. ഈ കെമിക്കൽ റിയാക്ഷനെ നമുക്ക് സാൻമേയസ് റിയാക്ഷൻ എന്ന് വിളിക്കാം. എങ്കിൽ ഈ സാൻമേയസ് റിയാക്ഷനും തൊട്ടടുത്ത ഗാറ്റർമാൻ റിയാക്ഷനും തമ്മിൽ ചെറിയൊരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. എന്താണ് ഗാറ്റർമാൻ റിയാക്ഷനിൽ നമ്മൾ ചെയ്യുന്നത്? കണ്ടോ, കുപ്രസ് ക്ലോറൈഡിന് പകരം കോപ്പർ പൗഡറും HCl യൂസ് ചെയ്താൽ ക്ലോറോബെൻസീനും കിട്ടും. കോപ്പർ പൗഡറും HBr യൂസ് ചെയ്താൽ ബ്രോമോബെൻസീനും കിട്ടും. ഈ റിയാക്ഷനെ നമുക്ക് എന്ത് വിളിക്കാം? ഗാറ്റർമാൻ റിയാക്ഷൻ എന്ന് വിളിക്കാം. അതുപോലെ തന്നെ മറ്റൊരു ഇമ്പോർട്ടൻറ്റ് റിയാക്ഷനാണ് പൊട്ടാസ്യം അയഡൈഡായിട്ട് റിയാക്ട് ചെയ്ത് അയഡോബെൻസീൻ നിർമ്മിക്കും. അതുപോലെ തന്നെ N2+ Cl- മാറ്റി ഹൈഡ്രജൻ ഇൻട്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ, ഹൈഡ്രജൻ കൊണ്ടുവരണമെങ്കിൽ നമുക്ക് റിഡക്ഷൻ നടത്തണം. ഇവിടെ നമ്മൾ മൈൽഡ് റെഡ്യൂസിങ് ഏജൻ്റായ എഥനോൾ അല്ലെങ്കിൽ H3PO2 ഹൈപ്പോഫോസ്ഫറസ് ആസിഡ് യൂസ് ചെയ്യാം. അന്നേരം ബെൻസീൻ ഡൈസോണിയം സാൾട്ട് ബെൻസീനായിട്ട് കൺവേർട്ട് ചെയ്യും. ഓക്കെ, ഇനി ബെൻസീൻ ഡൈസോണിയം സാൾട്ടിൽ നിന്ന് അതിനെ വാം വാട്ടറായിട്ട് റിയാക്ട് ചെയ്താൽ നമുക്ക് കണ്ടോ ഫിനോള് പ്രോഡക്റ്റ് ആയിട്ട് ലഭിക്കും. ഇനി ഫ്ലൂറോബോറിക് ആസിഡായിട്ട് റിയാക്ട് ചെയ്ത് അതിനെ ഹീറ്റ് ചെയ്താൽ നമുക്ക് ഫ്ലൂറോബെൻസീനും പ്രിപ്പയർ ചെയ്യാൻ സാധിക്കും. ഇനി ബെൻസീൻ ഡൈസോണിയം സാൾട്ടിൻ്റെ മറ്റൊരു ഇമ്പോർട്ടൻറ്റ് റിയാക്ഷനാണ് കപ്ലിംഗ് റിയാക്ഷൻ. അതായത് അസോ കോമ്പൗണ്ടാണ്, നമുക്ക് ഡൈസ് ആയിട്ടുള്ള അസോ കോമ്പൗണ്ടാണ് ഇവിടെ പ്രോഡക്റ്റ് ആയിട്ട് ലഭിക്കുന്നത്. കപ്ലിംഗ് റിയാക്ഷൻ നമുക്ക് കണ്ട ഐസ് കോൾഡ് കണ്ടീഷനിൽ ബെൻസീൻ ഡൈസോണിയം സാൾട്ട് ഫിനോളായിട്ട് കപ്ലിംഗ് റിയാക്ഷൻ നടത്തിയാൽ കണ്ടോ ഒരു ഓറഞ്ച് ഡൈ ആയിട്ടുള്ള പാരാഹൈഡ്രോക്സി അസോ ബെൻസീൻ ലഭിക്കും. അനിലിൻ ഉപയോഗിച്ച് കപ്ലിംഗ് റിയാക്ഷൻ നടത്തിയാൽ യെല്ലോ ഡൈ ആയിട്ടുള്ള പാരാ അമിനോ അസോ ബെൻസീനും പ്രോഡക്റ്റ് ആയിട്ട് ലഭിക്കും. കപ്ലിംഗ് റിയാക്ഷൻ ഒരു ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനും എക്സാമ്പിളാണ്. ഓക്കെ, എങ്കിൽ ഇതിലെ ലാസ്റ്റ് ചോദ്യം നമുക്കൊന്ന് നോക്കാം. അനിലിൻ സോഡിയം നൈട്രേറ്റും HCl ആയിട്ട് റിയാക്ട് ചെയ്ത് A എന്ന കോമ്പൗണ്ട് ഫോം ചെയ്തു. അതിനെ CuCN KCN ആയിട്ട് റിയാക്ട് ചെയ്ത് B കിട്ടി. ഫൈനലി ഹൈഡ്രോളിസിസ് ചെയ്ത് C കിട്ടി. പ്രോഡക്റ്റ് C ആരെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കൊന്ന് എഴുതി നോക്കാം. ആദ്യം അനിലിനാണ്. അനിലിൻ സോഡിയം നൈട്രേറ്റും HCl 0 to 5 degrees Celsius. നമുക്ക് പറയാം പ്രോഡക്റ്റ് ആര് വരും? NH2 മാറി N2+ഉം Cl- ബെൻസീൻ ഡൈസോണിയം സാൾട്ടാണ് നമുക്ക് പ്രോഡക്റ്റ് ആയിട്ട് ഫോം ചെയ്തത്. അപ്പോൾ A കിട്ടി, ബെൻസീൻ ഡൈസോണിയം സാൾട്ട്. ഈ ബെൻസീൻ ഡൈസോണിയം സാൾട്ടിനെ CuCN-ഉം KCN ആയിട്ട് റിയാക്ട് ചെയ്താൽ നമ്മളിപ്പോൾ പഠിച്ചു സാൻമേയസ് റിയാക്ഷന് നമ്മൾ പറഞ്ഞു N2+ Cl- റീപ്ലേസ് ചെയ്ത് ആര് ഇൻട്രൊഡ്യൂസ് ചെയ്യും? സയനൈഡ് ഇൻട്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ബിയും കിട്ടി, സൈനോബെൻസീൻ കിട്ടി. ഈ സയനോബെൻസീനെ അസിഡിക് മീഡിയത്തിൽ ഹൈഡ്രോളിസിസ് ചെയ്താൽ, സയനൈഡ് അസിഡിക് മീഡിയത്തിൽ ഹൈഡ്രോളിസിസ് ചെയ്താൽ കറസ്പോണ്ടിങ് ആസിഡാ ഫോം ചെയ്യണം. അപ്പോൾ CN ഈസ് കൺവേർട്ടഡ് ടു COOH. അപ്പോൾ പ്രോഡക്റ്റ് എന്ത് പറയാം? C6H5COOH അഥവാ ബെൻസോയിക് ആസിഡ്. നമുക്ക് കണ്ട ബെൻസോയിക് ആസിഡാണ് പ്രോഡക്റ്റ് ആയിട്ട് കിട്ടിയ ഫൈനൽ പ്രോഡക്റ്റാണ് നമുക്കിവിടെ C ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കണ്ട അമൈൻസു എന്ന ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട എല്ലാ കൺസെപ്റ്റും ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഇന്ന് നമ്മൾ 3 പ്രധാനപ്പെട്ട ചാപ്റ്റേഴ്സാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. ഏതൊക്കെയായിരുന്നു? നമ്മുടെ D ആൻഡ് F ബ്ലോക്ക് എലമെൻറ്റ്സ്, കോർഡിനേഷൻ കോമ്പൗണ്ട്സ്, ഇനോർഗാനിക് കെമിസ്ട്രിയിലെ 2 പ്രധാനപ്പെട്ട ചാപ്റ്റേഴ്സ്, അതുപോലെ തന്നെ ഓർഗാനിക് കെമിസ്ട്രിയിലെ അമൈൻസ് എന്ന ചാപ്റ്ററും. ഓക്കെ, അപ്പോൾ ഈ 3 ചാപ്റ്ററും നമുക്ക് കണ്ട വെയിറ്റേജ് അനാലിസിസ് പ്രകാരം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സാണ്. അപ്പോൾ എല്ലാവരും നിങ്ങൾ കീം എക്സാമിനായിട്ട് ഈ 3 ചാപ്റ്റേഴ്സും നന്നായിട്ട് പഠിക്കുക, നന്നായി എക്സാം എഴുതുക. താങ്ക് യു all of you.